أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على عبدك ورسولك سيدنا ونبينا محمد وعلى آل سيدنا ومولانا محمد وصل وسلم وبارك عليه. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ينفعنا وألحقنا بعبادك الصالحين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم افتح علينا بالحق وأنت خير الفاتحين. وبعد. ഈ കിതാബ് ഹുജ്ജത്തുൽ ഇസ്ലാമി മുഹമ്മദ് ബിൻ മുഹമ്മദിൻ ഗസാലി റളിയല്ലാഹു അൻഹു ഒരു കിതാബാണ്. ഒരു ജനനം 450 ഹിജിരി, വഫാത്ത് 505 ഹിജിരി ഒരു കിതാബാണിത്. റഹിമഹുല്ലാഹു തആല ഞാൻ മുമ്പത്തെ ഇതിൽ പറഞ്ഞില്ലായിരുന്നു. ഗസാലി റഹിമഹുല്ലാഹ് ഒരു കിതാബിൻ്റെ പ്രാധാന്യം, ഹിദായത്തുൽ ഹിദായൻ്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഹ്യാഉലുദ്ദീനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇന്നിപ്പോൾ ദർസിലേക്ക് അടുക്കാം ഇൻഷാ അല്ലാഹു തആല. قال بسم الله الرحمن الرحيم. وهو حسبي وبه توفيقي ربي يسر وأعن يا كريم. قال رضي الله عنه الحمد لله حق حمده. സർവസ്തുതിയും അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ്. ഹക്ക ഹംദി, ഞാൻ സ്തുതിക്കുന്നു. എങ്ങനത്തെ സ്തുതി? അള്ളാഹുവിനെ സ്തുതിക്കാൻ അങ്ങനത്തെ ഹക്ക ഹംദി, ശരിയായ സ്തുതി. വസ്സലാത്തു അതായത് അള്ളാഹുവിന് അർഹതപ്പെട്ട ശരിയായ എങ്ങനെയൊക്കെയാണ് സ്തുതിക്കപ്പെടേണ്ടത് അങ്ങനെയൊക്കെ ഞാൻ സ്തുതിക്കുന്നു. വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിർ റസൂലിഹി വഅബ്ദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സലാത്തും സലാമും ചെല്ലണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു ബഹുമാനത്തോടുള്ള ഒരു റഹ്മത്തിന് തേടല. അള്ളാഹുവെ നബിയുടെ മേൽ റഹ്മത്ത് കൊടുക്കണം, കാരുണ്യം കൊടുക്കണം. ഇങ്ങനത്തെ പ്രത്യേകമായ ഒരു കാരുണ്യം, ഒരു ബഹുമാനത്തോടുള്ള ഒരു കാരുണ്യം കൊടുക്കണം. വസ്സലാമു, സലാം എന്ന് പറഞ്ഞ വണക്കങ്ങൾ, ബഹുമാനത്തോടുള്ള വണക്കങ്ങൾ. അതുപോലെ തന്നെ കുറവുകളിൽ നിന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഒഴിവാക്കണേ എന്നുള്ളത്, അതായത് ദർജകൾ ഉയർത്തി കൊടുക്കണേ എന്നുള്ളത്. മുഹമ്മദിൻ, അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിഹി വഅബ്ദിഹി, റസൂലും അടിമയായ റസൂലായ നബിയുടെ മേൽ. വഅലാ ആലിഹി, ആല് ബൈത്തിൻ്റെ മേലിൽ. വ അസ്ഹാബിഹി, സഹാബാക്കളുടെ മേലും. മിൻ ബഅദി, നബിയുടെ ശേഷമുള്ള സഹാബാക്കളുടെ മേലും. അതായത് അവരുടെ മേലൊക്കെ എന്തുണ്ടാവട്ടെ? റഹ്മത്തും കാരുണ്യവും വണക്കങ്ങളൊക്കെ ഉണ്ടാവട്ടെ, സദാസമയം വർഷിക്കട്ടെ. അമ്മാ ബഅദു فاعلم أيها الحريص على اقتباس العلم المظهر من نفسه صدق الرغبة فيه وفرط التعطش إليه أنك إن كنت تقصد بطلب العلم المنافسة والمباهاة. ഇവിടെ പറയുന്നു أما بعد فاعلم, തീർച്ചയായും അറിയുക. അയ്യുഹൽ ഹരീസു, ഇവിടെ ഈ കിതാബ് ഞാൻ പറഞ്ഞു ഇൽമിൻ്റെ ആൾക്കാരോടും പറയുന്നു. സാധാരണ ആൾക്കാർ എല്ലാവർക്കും ഉള്ളതാണ്, വെറും ഇൽമിൻ്റെ ആൾക്കാർക്ക് മാത്രമേ ഉള്ളതല്ല. പക്ഷേ ഇൽമിൻ്റെ ആൾക്കാർ അമല് കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ട് അവർക്ക് ചില ഭാഗങ്ങൾ കൂടുതലായിട്ട് അവർക്കും എന്തുണ്ടാവും, ആമുഖത്തിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും ഇത് പ്രവർത്തിക്കണം. ഇത് മിനിമമാണ്, ഹിദായത്തിൻ്റെ തുടക്കമാണ്, നേരെ സന്മാർഗത്തിൻ്റെ തുടക്കമാണ്. പക്ഷേ പ്രത്യേകമായി പേടിക്കേണ്ടത് ആരാണ്? കുറേ ഇൽമുണ്ടായ അമലില്ലാത്തവർ പേടിക്കണം. അപ്പം അവരും പേടിപ്പിക്കുന്ന രീതിക്കാണ് ആമുഖത്തി പറയുന്നത്. മനസ്സിലായ? അപ്പോൾ പറഞ്ഞു തീർച്ചയായും അറിയുക. അയ്യുഹൽ ഹരീസു അല ഇഖ്തിബാസിൽ ഇൽമി, ഇൽമിൻ്റെ പ്രകാശം, നൂറ് അതായത് ഇൽമില്ല എങ്ങനെ ഇഖ്തിബാസ് ചെയ്യാന്നറിയുന്നത് അതിൽ നിന്ന് പകർന്നെടുക്കുന്ന ആളെ, അതായത് ശ്രമിക്കുന്നു ഇൽമിൽ നിന്ന് പകർന്നെടുക്കാൻ. അപ്പോൾ ആ ഇൽമ് കിട്ടാൻ പഠിക്കാൻ ശ്രമിക്കുന്ന ആളിനോട് പറയാണ് അൽ മുദ്ഹിറു മിൻ നഫ്സി സിദ്ഖ റഗ്ബതി ഫീ, അയാൾ പ്രകടിപ്പിക്കുന്നു അയാളെ പഠിക്കാനുള്ള ആഗ്രഹം, റഗ്ബത്ത് സത്യമാണെന്ന് പ്രകടിപ്പിക്കുന്ന ആളെ. വഫർത്തത്ത് തഅത്തുഷി ഇലൈഹി, അധികമായ ദാഹം കാണിക്കുന്ന ആളോട് പറയണം. ഇൽമിന് വേണ്ടിയിട്ട് അധികമായി ദാഹവും സത്യസന്ധതയും കാണിക്കുന്ന ആളെ
എന്താണ്? അന്നക ഇൻ കുൻത തഖ്സിദു ബി തലബിൽ ഇൽമി, താൻ ഇൽമു പഠിക്കുന്നത് കൊണ്ട് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ? അൽ മുനാഫസത, ആൾക്കാർ തമ്മിൽ എന്താ ചെയ്യുക, കോമ്പറ്റീഷനാണ് ഉദ്ദേശിക്കുന്നത്. സംവാദമല്ല, മുനാഫസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ. വൽ മുബാഹ, കാണിക്കൽ, പ്രകടിപ്പിക്കലാണ്. എനിക്കിങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് പ്രകടിപ്പിക്കൽ. വത്തഖദ്ദുമ അലൽ അഖ്റാൻ, കൂട്ടാളികളെ മുന്നിൽ, കൂട്ടാളികൾ എന്ന് പറഞ്ഞാൽ ഒപ്പം പഠിച്ചവർ, അല്ലെങ്കിൽ സമകാലികൻ്റെ മുന്നിൽ ഞാനാണ് മുൻനിര നിൽക്കുന്നത് എന്ന് പറയപ്പെടാൻ. വസ്തിമാലത്തെ ഉജൂഹിന്നാസിയിലെ, ആൾക്കാരെ മുഖം തിരിക്കൽ, ഇയാളെടുക്കൽക്ക് ആൾക്കാരെ മുഖം തിരിക്കൽ, ശ്രദ്ധ പറ്റി പിടിക്കൽ. വജംഅ ഹുതാമി ദുനിയ, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ ഹുതാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി, അതായത് പണങ്ങളാവട്ടെ, ദുനിയാവിൻ്റെ സ്ഥാനമാനങ്ങളാവട്ടെ, അതൊക്കെയാണ് താൻ ഉദ്ദേശിക്കുന്നത് ഈ ഇൽമു പഠിക്കുന്നത് കൊണ്ട് എന്നുണ്ടെങ്കിൽ, ഫഅൻത സാഇൻ ഫീ ഹദ്മി ദീനിക്, താൻ നടക്കുകയാണ് ഏത് വഴിക്ക്? തൻ്റെ ദീന് ഹലാക്കാക്കുന്ന, ഹദ്മ് പൊളിക്കുന്ന രീതിക്കാണ് താൻ നടക്കുന്നത്. വ ഇഹ്ലാക്കി നഫ്സിക്, തൻ്റെ നഫ്സിനെ ഹലാക്കാക്കുന്ന രീതിക്കാണ് താൻ നടക്കുന്നത്. വ ബൈഇ ആഖിറതിക ബി ദുനിയാക്, തൻ്റെ ദുനിയാവിനെ, തൻ്റെ ആഖിറത്തിനെ ദുനിയാവ് കൊണ്ട് മേടിച്ച പോലെയാണ്. അതായത് ഇവിടെ ചുരുക്കമായി പറയാണ്, ഇൽമ് പഠിക്കാൻ വന്ന്, അതായത് ഇൽമ് പഠിക്കുന്നു, സത്യസന്ധത കാണിക്കുന്നു, ഇൽമൊക്കെ പഠിക്കാൻ ഉദ്ദേശിച്ച ആളോട് പറയാണ്, തൻ്റെ ഉദ്ദേശം ഇങ്ങനെയൊക്കെയാണ്. ആൾക്കാരെ മുന്നിൽ വലിയ ആളാണെന്ന് കാണിക്കൽ, ആൾക്കാരോടൊപ്പം തല്ലൂടി ജയിക്കൽ, ആൾക്കാരെ മുന്നിൽ വലിയതായിട്ട് കാണൽ, പ്രൗഢി കാണിക്കൽ, ഇതൊക്കെയാണ്, അല്ലെങ്കിൽ പൈസ കിട്ടൽ, ഇതൊക്കെയാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ താൻ നാശത്തിലാണ്. തൻ്റെ ദുനിയാവ് കൊണ്ട് താൻ ആഖിറത്ത് മേടിച്ചതുപോലെയാണ്, ആഖിറത്ത് കൊണ്ട് ദുനിയാവ് മേടിച്ചതുപോലെ. ഫസഫ്ഖതുക ഖാസിറ, ഇത് അങ്ങനെയാണെങ്കിൽ തൻ്റെ ആ കച്ചവടം നഷ്ടക്കച്ചവട. വ തിജാറതുക ബായിറ, ആ കച്ചവടം ഹലാക്കായ. ഖാസിറും ബായിറും തമ്മിൽ സഫ്ഖത്ത് എന്ന് പറഞ്ഞ ഡീൽ, തൻ്റെ ഡീല് നഷ്ട ഡീലാണ്. വ തിജാറതുക ബായിറ, കച്ചവടം നഷ്ടമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖാസിറും ബായിറും തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ, ഖാസിറ എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്, ബായിറ എന്ന് പറഞ്ഞാൽ ബാങ്ക്രപ്റ്റാണ്. ബായിറ എന്ന് പറഞ്ഞാൽ മൂലധനം കൂടി ഇല്ലാതായിന്ന്. ആദ്യം പറഞ്ഞ് തൻ്റെ ഡീലൊക്കെ നഷ്ടത്തിലാണ്, രണ്ടാമത് പറഞ്ഞ് നഷ്ടത്തിൽ മാത്രമല്ല, തൻ്റെ കച്ചവടം എന്താണ്, മുഴുവനായി പൂട്ടിപ്പോയിക്കാണ്. മുഅല്ലിമുക, തന്നെ പഠിപ്പിച്ച മുഅല്ലിം. ഇതിപ്പോൾ പറയുന്നത് വലിയ കിതാബോധി ആലിമിനോട് മാത്രമല്ല, ചെറിയ കിതാബോധി മനസ്സിലാക്കാൻ വേണ്ടി ഓതിയ ആളോടും കൂടി പറയുകയാണ്. തന്നെ പഠിപ്പിച്ച മുഅല്ലിം, മുഈനുല്ലക അലാ ഇസ്യാനിക്, താൻ കുറ്റം ചെയ്ത ആ ഇതിന് ഹെൽപ്പ് ചെയ്തതുപോലെയാണ്. വ ശരീകുല്ലക ഫീ ഖുസ്റാനിക്, തൻ്റെ നഷ്ടത്തിൽ ആളും പങ്കാളിയാണ്. വഹുവ കബാഇഇ സൈഫിൻ മിൻ ഖാതിഇ തരീഖ്, അയാളെങ്ങനെയാണ്, ഒരു വാള് വിറ്റതുപോലെയാണ്. ആർക്ക്? വഴി തടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഗുണ്ടകൾക്ക്, അവർക്ക് വാള് വിറ്റ പോലെയാണ്. കാരണം ഈ ഇൽമു പഠിപ്പിച്ചിട്ട് ഇയാൾക്ക് അമലില്ല, ഇയാളിപ്പോൾ എന്തിനാ ഇൽമു പഠിപ്പിച്ച ആൾക്കാരെ മുന്നിൽ വലുതാവാനാ, ആൾക്കാരെ മുന്നിൽ ഞാനാണ് വലിയത്, ആൾക്കാരെ ശ്രദ്ധ പറ്റിപ്പെട്ടാണ്. ഒമൻ അആന അലാ മഅസിയത്തിൻ, അതൊരു ഹദീസിൻ്റെ ഭാഗമാണ്. ആരേലും ഒരാൾ മഅസിയത്തിന് വേണ്ടി സഹായിച്ചാൽ, കുറ്റത്തിന് വേണ്ടി സഹായിക്കലോ എങ്ങനെയൊരു വഴി തുറന്നു കൊടുത്താൽ, വലൗ ബി ശത്രി കലിമ, ഒരു ചെറിയ ഒരു വാക്കിൻ്റെ ഒരു തുണ്ടം ആണെങ്കിലും കൂടി, വാക്ക് മുഴുവനല്ല, എന്നാക്കി അത് ഒരു തെറ്റിനുള്ള കാരണമായി എന്നുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കി, ആ തെറ്റിനുള്ള ഒരു മാർഗമായി കഴിഞ്ഞാൽ കാന ശരീക്കൻ ഫിഹ, അയാൾ ആ കുറ്റത്തിൽ പങ്കെടുത്തതുപോലെയാണ്. എന്നിട്ട് പറഞ്ഞു ഇനി രണ്ടാമത്തത്, വ ഇൻകാനത്ത് നീയത്തുക്ക്, തൻ്റെ നീയത്ത് അങ്ങനെയല്ല, വ ഖസ്ദുക, തൻ്റെ ഉദ്ദേശം, ഫീമാ ബൈനക വ ബൈന അല്ലാഹി തആല, തൻ്റെ റബ്ബിൻ്റെ ഇടയിലുള്ള ഉദ്ദേശങ്ങൾ അള്ളാഹു അല്ല കാണുന്ന, ആൾക്കാർ കാണൂലല്ലോ. മിൻ തഅല്ലുമിൽ ഇൽമു, ഇൽമു പഠിക്കുന്നത് കൊണ്ട് തൻ്റെ ഉദ്ദേശം ഇങ്ങനെയാണ്
അൽ ഹിദായത്ത് ദൂന മുജറദി റിവായ, ഹിദായത്താണ്, ഹിദായത്ത് എന്ന് പറഞ്ഞാൽ സന്മാർഗത്ത് നടക്കലാണ്, അതായത് ശരിയായ മാർഗത്തിൽ നടക്കലാണ് തൻ്റെ ഉദ്ദേശം. ദൂന മുജറദി റിവായ, വെറും പഠിച്ചത് ഇങ്ങനെ നാവിയിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണ പോലെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യൽ മാത്രമല്ല, അത് പഠിച്ചു ആൾക്കാർ അങ്ങനെയല്ല. ഹിദായത്താണ്, നന്നാവലാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഫഅബ്ഷിർ, താൻ സന്തോഷിച്ചോളി, സന്തോഷ വാർത്തതാണ്. ഫഇന്നൽ മലായികത തബ്സുതു ലക അജ്നിഹതഹാ ഇദാ മശൈത്, മലക്കുകളൊക്കെ അവരെ ചിറകുകൾ എന്താണ് വിരിച്ചിട്ട്, അതായത് താൻ അവരെ റഹ്മത്ത്, അവർ മലക്കുകളെ റഹ്മത്ത് നമ്മളെ മേലുണ്ടാവും, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മളെ മേലുണ്ടാവും. മലക്കുകൾ ചിറകുകൾ വിരിക്കാന്നറിയുമ്പോൾ അവരെ റഹ്മത്തും അവരെ ദുആ ഒക്കെ നമുക്ക് ഉണ്ടാവുന്നു. ഹീതാനൽ ബഹ്രി തസ്തഗ്ഫിറു ലക ഇദാ സഅയ്ത്, കടലിലുള്ള തിമിംഗലം, ഹീതാൻ എന്ന് പറഞ്ഞാൽ തിമിംഗലം എന്നാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുക. ശരിക്കും പറഞ്ഞാൽ ഹീതാൻ ഹൂത്തിൻ്റെ ജമാണ്. ഹൂത്ത് എന്ന് ഉദ്ദേശിക്കും കടലിൽ താമസിക്കുന്ന എന്തും, ഏത് മീനിനും ഹൂത്ത് എന്നാണ് പറയുക. ഇന്നിപ്പോൾ നമ്മൾ ഹൂത്ത് എന്ന് പറഞ്ഞ് അറബിയിൽ പറഞ്ഞാൽ തിമിംഗലത്തിന് പറയുന്നത്, പക്ഷേ ഹൂത്ത് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മീനാണ്, മത്സ്യം. കടലിലുള്ള മത്സ്യങ്ങളൊക്കെ തനിക്ക് വേണ്ടി പുറക്കലിനെ തേടാണ്. എന്തിനാ അങ്ങനെ പറഞ്ഞ്? കടൽ എന്ന് പറയും മനുഷ്യൻ കരയിലല്ല ജീവിക്കുന്നത്, കടലിൻ്റെ ആഴത്തിലുള്ള മത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത്രയും നിങ്ങൾക്ക് വെളിവാവാത്ത ലോകങ്ങളടക്കം നിങ്ങൾക്ക് പുറക്കലിനെ തേടയാണ്. വെറും വെളിവായ ലോകവും കാണുന്ന ആൾക്കാർ മാത്രമല്ല, വെളിവാവാത്ത ലോകങ്ങളും ഇരുട്ടുകളിലുള്ളതും, അതായത് ബാക്കിയുള്ള ജീവികളൊക്കെ തനിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. എപ്പോൾ താൻ പഠിച്ചത് ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ, ഇൽമ് പഠിച്ചതും ഈ ദീനിനെ മനസ്സിലാക്കാനുള്ള വഴികളൊക്കെ തേടിയും എന്തിനു വേണ്ടിയിട്ടാണ്? നന്നാവാൻ വേണ്ടിയിട്ടാണ്, സ്വയം നന്നാവാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ താൻ സന്തോഷിച്ചോളി. വലാകിൻ, പക്ഷേ യംബഗി ലക അൻ തഅലമ ഖബ്ല കുല്ലി ഷൈ, എല്ലാത്തിനും മുമ്പ് ഒരു കാര്യം താൻ ശ്രദ്ധിക്കണം, അറിയണം. അന്നൽ ഹിദായത്ത, ഹിദായത്ത് അല്ലത്തി, അതായത് സന്മാർഗത്ത് നടക്കുക, അല്ലെങ്കിൽ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അതായത് ഹിദായത്ത്, കൽബിന് ഹിദായത്ത് ഉണ്ടാവുമെന്നറിയില്ല. ഹിദായത്തിന് എന്താ പറയുക മലയാളത്തിൽ? സന്മാർഗം എന്ന് മാത്രമല്ല, അതായത് ഹിദായത്ത് കിട്ടാം, അതായത് നേരെ വഴിക്ക് നടക്കാനുള്ള തൗഫീഖ് കിട്ടാം. ആ ഹിദായത്ത് അല്ലത്തി ഹിയ സമറത്തുൽ ഇൽം, എങ്ങനത്തെ ഹിദായത്ത്? ഇൽമിൻ്റെ ഫലമാണ്, സന്മാർഗം കാണിച്ചു തരുന്ന ഇൽമാണല്ലോ ഹിദായത്ത് ഉണ്ടാവാന്ന് പറഞ്ഞാൽ. ലഹ ബിദായത്തുൻ വനിഹായ, ആ ഹിദായത്തിന് നല്ല ശരിയായ മാർഗം, അതായത് ശരിയായ വഴി, അതിന് തുടക്കമുണ്ട് അവസാനമുണ്ട്. വ വാഹിറുൻ വ ബാത്തിൻ, അതിന് പുറമുണ്ട് അകമുണ്ട്. വലാ ഉസൂല ഇലാ നിഹായത്തിഹാ, അതിൻ്റെ അവസാനത്തിൽ ഒരിക്കലും എത്താൻ പറ്റൂല. ഇല്ലാ ബഅദ ഇഹ്കാമി ബിദായത്തിഹാ, അതിൻ്റെ തുടക്കങ്ങൾ മുറുക്കി പണിയെടുത്ത് കെട്ടിവെച്ച് അത് എടുത്തതിൻ്റെ ശേഷം മാത്രമേ അവസാനത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ തുടക്കം ശരിയാക്കാതെ അവസാനത്തേക്ക് എത്തില്ല. തുടക്കം ശരിയായില്ലെങ്കിൽ വഴുതി വികും. വലാ ഉസൂറ അലാ ബാത്തിനിഹ, അകത്തിനെ നമുക്ക് കിട്ടാൻ കഴിയൂല. ഇല്ലാ ബഅദൽ വുഖൂഫി അലാ ളാഹിരിഹ, പുറം കണ്ടെത്തല്ലാതെ അകം എങ്ങനെ അകത്തിലേക്ക് എത്താൻ പറ്റുക? അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഹിദായത്തിന് തുടക്കമുണ്ട് അവസാനമുണ്ട്, ഹിദായത്തിന് അകമുണ്ട് പുറമുണ്ട്. ആദ്യം ഒരാൾ ഹിദായത്തിൻ്റെ പുറം ഭാഗം ശരിയാക്കണം, അകംഭാഗം ശരിയാക്കാനുള്ള വഴി പുറം ഭാഗം ശരിയാക്കി നടക്കലാണ്. തുടക്കങ്ങൾ ശരിയാവണം, അപ്പോഴാണ് അവസാനത്തിലേക്ക് എത്താനുള്ളത്. വഹ അന മുഷീറുൻ അലൈക ബി ബിദായത്തിൽ ഹിദായ, ഞാനിതാ തനിക്ക് കാണിച്ചു തരുന്നു, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചു തരുന്നു. എന്ത്? ബിദായത്തുൽ ഹിദായ, ഹിദായത്തിൻ്റെ തുടക്കം കാണിച്ചു തരുന്നു. എന്തിനാണ്? ഈ തുജർരിബ ഫീഹ നഫ്സക്, തൻ്റെ നഫ്സിനെ താൻ ടെസ്റ്റ് എടുക്കാൻ, ട്രൈ ചെയ്യാൻ. വതംതഹിന ബിഹ ഖൽബക്, തൻ്റെ കൽബിനെ അത് ടെസ്റ്റ് ചെയ്യാൻ. നഫ്സിനും കൽബിനൊക്കെ ടെസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാം. ഫഇൻ സാദഫ്ത ഖൽബക്, അപ്പോൾ ഇതിൽ പറഞ്ഞ ഹിദായത്തിൻ്റെ തുടക്കം താൻ അമൽ ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ തൻ്റെ കൽബിനെ താൻ ഇങ്ങനെയാണ് സാദഫ്ത നഫ്സ, ഇങ്ങനെ കണ്ടു. എങ്ങനെ?
ഇലൈഹ മാഇല, തൻ്റെ കൽബ് അതിൽക്ക് ചായ്വ് ഉണ്ട്. ഈ അമൽ ചെയ്യാനുള്ള എന്താണ്, എല്ലാ അതിൽക്കും ചായ്വുണ്ട്. ഈ പറഞ്ഞത് അമൽ ചെയ്യണം എന്നുള്ള ഒരു ചായ്വുണ്ട്. വനഫ്സക ബിഹാ മുത്താവിഅ, തൻ്റെ നഫ്സ് ആ ഇതിലുള്ള അമൽ ചെയ്യാൻ അനുസരിക്കുന്നു, എതിർക്കുന്നില്ല. ഇതിൽ പറഞ്ഞ അമൽ ചെയ്യണം എന്നറിഞ്ഞപ്പോൾ അതിൽക്ക് തൻ്റെ കൽബ് ചായ്വ് മാത്രമല്ല, തൻ്റെ നഫ്സ് അത് പ്രവർത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുതരുന്നു. വലഹ കാബില, അതിന് അതന്നെ മുത്താവിയും കാബിലൊക്കെ ഒരുപോലെ തന്നെയാണ്. അതായത് ചെയ്യാനുള്ള എല്ലാ വഴികളും എളുപ്പമാക്കി തരുന്നു. ഫദൂനക വത്തഖല്ലുഅ ഇല നിഹായത്ത്, അങ്ങനെയാണെങ്കിൽ താൻ വെയിറ്റ് ചെയ്തോളി, എന്തെങ്ങനെ ഉയർന്ന് നിഹായത്തിലേക്ക് എത്താൻ പറ്റും. വത്തഗൽഹുല ഇലാ ബിഹാരിൽ ഉലൂമി വൽ മുകാശഫാത്ത്, ഈ സിറായ ഇൽമ്, അതായത് ദീൻ്റെ ഇൽമ് മാത്രമല്ല സാലിഹ്യങ്ങളെ ഇൽമിൽക്കും അതുപോലെ തന്നെ ഉയർന്ന പടിയിലുള്ള മുകാശഫാത്തിൽക്കൊക്കെ ഉയരാൻ താൻ കാത്തുന്നോടി. അതായത് ഉയർന്ന് ഈ ദീൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആലൻ്റെ ഔലിയാക്കളാവാനുള്ള, അതായത് ഉയർന്ന പടിയിലുള്ള ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർ സാലിഹ്യങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾ കയറാൻ തയ്യാറായിക്കോടി. അങ്ങനെ ഇതിൽ പറയുന്നത് മുഴുവനായി ആദ്യം തന്നെ നഫ്സിനെ അങ്ങനെ പരീക്ഷിച്ചിട്ട് എളുപ്പമാണ് ഇതിലുള്ള പ്രവർത്തിക്കാൻ എന്ന് കണ്ടാൽ, വഇൻ സാദഫ്ത ഖൽബക, ഇനി തൻ്റെ കൽബ് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ മുആഖദതിക ഇയ്യാഹു ബിഹാ മുസവ്വിഫ, ഇതിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നഫ്സിനെ മുന്നിൽ ഇങ്ങനെ കാണിച്ചപ്പോൾ, ഇത് നമ്മൾ ചെയ്യാലോ എന്ന് കാണിച്ചപ്പോൾ നഫ്സ് പറയുക നാളെ സൗഫ നാളെ. വബിൽ അമലി ബിമുഖ്തദാഹ മുമാതില, ആ അമൽ ഇതിലുള്ളത് അമൽ ചെയ്യാൻ എന്ത് ചെയ്യുന്നു, ഇതിലുള്ളത് അമൽ ചെയ്യാൻ അതിങ്ങനെ നീക്കി നാളെ എന്ന് മാത്രമല്ല ഇപ്പം എങ്ങനെ പിന്നീട്. അപ്പോൾ ഇന്ന് എന്തായാലും നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാം, ഇന്നിപ്പോൾ ഇങ്ങനെ ശരിയാണ്, ഇന്ന് കുറച്ച് ജോലിക്കൊക്കെ കഴിഞ്ഞ് വന്നാണ് എന്നൊക്കെ എങ്ങനെയാണ്. അങ്ങനെ തന്നെ നഫ്സ് അങ്ങനെയാണ് ഇതിലുള്ളത് അമൽ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരുന്നത് എന്നുണ്ടെങ്കിൽ ഫഅലം, തീർച്ചയായും അറിയുക, അന്ന നഫ്സകൽ മാഇല ഇലാ തലബിൽ ഇൽം, താൻ ഈ ഇൽമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന ആ നഫ്സ്, അറിയാൻ വേണ്ടി ഉദ്ദേശിച്ച് കിതാബ് ഓതാനും മനസ്സിലാക്കാനും ദർസുകളിൽ അല്ല വാള് കേൾക്കാൻ വന്ന ആ നഫ്സ് ഉണ്ടല്ലോ, വാള് കേട്ടുകൊണ്ട് നന്നാവണ്ടേ, അപ്പോൾ അതിൽ പറഞ്ഞത് പ്രവർത്തിക്കണ സമയത്ത് താൻ ഇങ്ങനെയൊക്കെ കാണുന്നതെന്നുണ്ടെങ്കിൽ താൻ വാളിനോ ദർസിനോ അല്ലെങ്കിൽ ആ കേസറ്റ് കേട്ടതോ അല്ലെങ്കിൽ വീഡിയോ കേട്ടതോ ഇതിനൊക്കെ വന്ന ആ നഫ്സ് ശരിക്കും പറഞ്ഞാൽ അന്നഫ്സുൽ അമ്മാറത്ത് ബിസ്സു, മോശത്തിനെ പ്രേരിപ്പിക്കുന്ന നഫ്സാണ്. വഖദ് ഇൻതഹദത് മുതീഅതൻ ലിശ്ശൈത്താനിൽ ലഈൻ, ശൈത്താനെ അനുസരിച്ചിട്ടാണ് അത് നടക്കുന്നത്. ലിയുദല്ലിയക ബിഹബ്ലി ഖുറൂരി, എന്തിനാണ്, കുറച്ചായിട്ട് ചതിക്കൊഴിക്ക് വീഴ്ത്താൻ വേണ്ടിയിട്ട്. ഫയസ്തദ്രിജക ബിമകീദതിഹി ഇലാ ഗംറത്തിൽ ഹലാക്ക്, അവൻ്റെ ചതി കൊണ്ട് നാശക്കുഴിയിലേക്ക് വീഴ്ത്തിക്കാൻ വേണ്ടിയിട്ട്. ശൈത്താനെ അവൻ്റെ ചതിയാണ്, ഇതാ ഞാൻ വാളൊക്കെ കേട്ട് ഞാൻ നന്നായി, ഇതാ ഞാൻ ദീനൊക്കെ കേട്ട്, ഇതാ ഞാൻ കിതാബൊക്കെ, ഇതാ ഞാൻ വിദായത്തുൽ ഹിദായ ഓതി, ഇതൊക്കെ എന്തിനാ, നന്നാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ശൈത്താൻ്റെ ആളികളാണ് അതൊക്കെ. എന്ത് ചെയ്യും, എന്തിന്, ചതിക്കുഴിക്ക് വീഴ്ത്താനും അവൻ്റെ ചതി കൊണ്ട് അവൻ നാശത്തിലേക്ക് അയാളെ ഉന്തിടാനും. വഖസ്ദുഹു, അവൻ്റെ ഉദ്ദേശം എന്താ ശരിക്കും ശൈത്താൻ്റെ, അൻ യുറവ്വിജ അലൈക ശർറ ഫീ മഅരിദിൽ ഖൈർ, ഷർറിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക, ഖൈറിൻ്റെ രംഗങ്ങളിലും ഖൈറിൻ്റെ വേളകളൊക്കെ കാണിച്ചെന്ന് ഖൈറിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചു തന്നിട്ട് ഷർറിനെ പ്രൊമോട്ട് ചെയ്യുക. ഇപ്പോൾ ഈ ചില കടകളൊക്കെ ഉണ്ടല്ലോ, ഓഫറും മറ്റു കാര്യം, അപ്പോൾ വലിയ സാധനങ്ങൾ കാണിച്ചു തന്നിട്ട് ചെറിയ സാധനത്തിന് എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, വലിയ വണ്ടി ഉണ്ട്, 50 ഉറുപ്പ്യ 100 ഉറുപ്പ്യക്കുള്ള സാധനം മേടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ഇത്, അപ്പോൾ
100 സാധനം മേടിക്കണം, ഇന്ന സാധനം എന്താണ് സെലക്റ്റഡ് ഐറ്റംസ്, അതൊക്കെ ചിലപ്പോൾ എന്താണ് വിറ്റ് പോകാൻ വേണ്ടിയിട്ടും അതിൽ കേടുപാടുകളുണ്ടാവും, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടായിരിക്കും സെയിലിട്ടുണ്ടാവുക. ഓൾഡ് സ്റ്റോക്കാണെങ്കിൽ അവിടെ വെച്ച് നശിക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നു, ഷെറിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ലോ ക്വാളിറ്റിനെ പ്രൊമോട്ട്, എന്തിന് വലിയ കാര്യങ്ങൾ കാണിച്ചിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. ഹത്ത ഏതുവരെ, എങ്ങനെ പ്രൊമോട്ട് ചെയ്ത് തന്നെ എന്തിക്കാക്കും, ഹത്താ യുൽഹിഖക ബിൽ അഖ്സരീന അഅമാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. ഏതുവരെ ഇങ്ങനെ നടത്തിച്ച് തന്നെ എന്താണ് അമലിയിൽ അതായത് ഖാസിറായ നഷ്ടത്തിലോടുന്ന ആളെ കൂട്ടത്തിൽപ്പെടുത്താൻ വേണ്ടിയിട്ട്, അമൽ ചെയ്യാത്ത നഷ്ടപ്പെട്ട എങ്ങനത്തെ ആൾക്കാർ, അല്ലദീന ضل سعيهم في الحياة الدنيا, ഈ ദുനിയാവിൽ അവൻ്റെ പ്രവൃത്തിയൊക്കെ എന്തായി പഴിച്ചു പോയി. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന, അവരൊക്കെ വിചാരിക്കുന്നു ഞാനിപ്പോഴും നല്ല വഴിക്കാണ് അവർ പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ ദീനാണ്, ഇതൊക്കെ നല്ലതാണെന്ന് അങ്ങനെയൊക്കെയാണ് അയാൾ വിചാരിക്കുന്നത്. പക്ഷെ അയാൾ പ്രവർത്തിക്കുന്ന പ്രവൃത്തിയൊക്കെ അയാൾ നാശത്തിരിക്കുവാണ്, പഴിച്ചു പോയി. വഇൻദ ദാലിക്, അപ്പോൾ ശൈത്താൻ തൻ്റെ ചവിട്ടി വന്ന് ഓതിത്തരും, നല്ല ഈണത്തിൽ ഓതിത്തരും. വഇൻദ ദാലിക യത്ലൂ അലൈക ശൈത്താൻ, ശൈത്താൻ ഓതിത്തരും ഫദ്ലൽ ഇൽമി വദറജതൽ ഉലമാ, ഇൽമിൻ്റെ ഉലമാക്കളും സ്ഥാനം. ഇത് ഉലമാക്കളോട് മാത്രമല്ല, സാധാരണ ആൾക്കാർ ഇപ്പോൾ വാളിൻ്റെയും ദർസിൻ്റെയും കുറേ എന്തുണ്ടാവും, ചിലയിടത്ത് ഖുർആൻ ക്ലാസ് ഉണ്ടാവും, ചിലയിടത്ത് എന്തുണ്ടാവും ഈ വാളിൻ്റെ കുറേ വാളുണ്ടാവും, അല്ലെങ്കിൽ ചിലയിടത്ത് സ്റ്റഡി ക്ലാസ് ഉണ്ടാവും. ഇതിനൊക്കെ പോകുന്ന ആൾ അയാളെ ചവിട്ടി വന്നിട്ട് ശൈത്താൻ ഓതി കൊടുക്കും. എന്ത് ഇൽമിൻ്റെ പ്രാധാന്യം, ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ പോയി കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കണതിനെക്കാട്ടിയും പ്രാധാന്യമാണ്. അപ്പോൾ ഇൽമിൻ്റെ മജ്ലിസിൽ പോയില്ല, അതന്നെ മതിയില്ല വിജയിക്കാൻ. ശൈത്താൻ ഓതി തരാണ് ചവിട്ടിയില്ലേ, ഞാനിത് പ്രവർത്തിക്കണില്ലെങ്കിലും ഇൽമിൻ്റെ മജ്ലിസിൽ പോയില്ല. ഇൽമിൻ്റെ മജ്ലിസിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, മലക്കൊക്കെ ദ്വാരക്കും, കടലിലുള്ള മീനൊക്കെ ദ്വാരക്കും. അപ്പോൾ അൽഹംദുലില്ലാ അതന്നെ മതില്ല വിജയിക്കാൻ. അങ്ങനെ ചവിട്ടിയിൽ ഓതി കൊടുക്കും. വദറജതൽ ഉലമ, ഇതിപ്പം പഠിക്കുന്ന ഇൽമിൻ്റെ ആൾക്കാരും അവരും കൂടി കൂട്ടിയിട്ടാണ്, രണ്ടാൾക്കാരും. അപ്പോൾ ഉലമാക്കളോട് പറയും, നിങ്ങളൊക്കെ ഇൽമു പഠിച്ചല്ലേ, കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നല്ലേ, അടുത്ത സമൂഹത്തിനെ തലമുറനെ വലുതാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ ചവിട്ടിയിൽ ഓതി കൊടുക്കും. വമാ വറദ ഫീഹി, മാത്രമല്ല ഹദീസൊക്കെ ഓർമ്മിപ്പിക്കും, ആയത്ത് നമ്മൾ ഹദീസൊക്കെ ഓതി കൊടുക്കും ചെയ്താൽ. അൽ ഉലമാ വറസത്തുൽ അംബിയാ ഒക്കെ ഓതി കൊടുക്കും ചവിട്ടിയിൽ. ഇങ്ങനെ എല്ലാ ആയത്തും ഹദീസൊക്കെ ഓതി കൊടുക്കും. സ്പെഷ്യലിസ്റ്റാണ് ചെയ്താൽ, സ്പെഷ്യലിസ്റ്റാണ്, ഡിഗ്രിയൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. വയുൽഹീക അൻ ഖൗലി, പക്ഷേ അവനെന്ത് ചെയ്യും, തന്നെ കളിപ്പിക്കും. എങ്ങനെ, ഒന്നിന്ന് ഒരു ചില ഹദീസുകൾ കാണിച്ചു തരില്ല, അല്ല അറിയണ ഹദീസ് തന്നെ അതിന് തൻ്റെ കണ്ണ് പൊട്ടും, ദൂരമാക്കും. عن قوله صلى الله عليه وسلم من ازداد علما ولم يزدد هدى لم يزدد من الله إلا بعدا. ആരേലും ഒരാൾ ഇൽമ് കൂടിക്കഴിഞ്ഞിട്ട് ഹിദായത്ത് കൂടില്ല, നന്നായില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ദൂരമാവല്ലാതെ അയാൾ വേറെ വഴിക്ക് വെച്ച. അതായത് ഇൽമു കൂടും തോറും അമലും കൂടണം. അപ്പോൾ ഏറ്റവും കൂടുതൽ അമലുള്ള ആൾക്കാർ ഉലമാക്കളായിരിക്കണം. അപ്പോൾ സാധാരണ വഴി പോകുന്ന ആൾ, വാളിനും ദർസിനൊന്നും പോവാത്ത ആളെക്കാട്ടിയും അമൽ ചെയ്യുന്നവരാരായിരിക്കണം, വാളിനും ദർസിനും പോണവരായിരിക്കണം. അവരെക്കാട്ടി അമലുള്ളവരായിരിക്കണം, ഇൽമു പഠിക്കുന്ന കുട്ടികളായിരിക്കണം. അവരെക്കാട്ടി അമലുള്ള ആൾക്കാരായിരിക്കണം, അവരെ പഠിപ്പിക്കുന്ന ഉലമാക്കളായിരിക്കണം. കാരണം എന്താ, ഇൽമു കൂടി ഹിദായത്ത് കൂടിയില്ല എന്നുണ്ടെങ്കിൽ എന്തായി, അയാൾ എന്താണ് ദൂരായി എന്നല്ലേ. വഅൻ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹദീസിനും ദൂരമാക്കും ശൈത്താൻ, ഇതൊന്നും പറഞ്ഞു തരില്ല. ഇന്ന അശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമ, ഏറ്റവും ഖിയാമുന്നാൾ ഏറ്റവും ശിക്ഷ ഉള്ള ആൾ. മാത്രമല്ല നരകത്തിൻ്റെ ഉദ്ഘാടനം ആരെ കൊണ്ടാണ്,
ആലിമുൻ ലം യൻഫഅഹു അല്ലാഹു ബിഇൽമി, ഒരു ആലിമ് അയാളെ ഇൽമു കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല, അമലൊന്നുമില്ല. അയാളെ നരകത്തിൻ്റെ ഉദ്ഘാടനം അയാളെ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു ആലിമാണ്. അമൽ ചെയ്യാത്ത ഒരു ആലിം അള്ളാഹിക്കും താൻ ഇൽമു പഠിച്ചല്ലോ, ഇൽമു പഠിച്ച് റബ്ബിൻ്റെ വചിന് വേണ്ടിയിട്ടായാലും ആൾക്കാർക്ക് വേണ്ടി ഇൽമു പഠിച്ച് ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരോട് ചെന്ന് ചോദിച്ചോ, അവർ തന്നോളും. അവരോട് ചെന്ന് ചോദിച്ചോ, അവർ തന്നോളും. ഉദ്ഘാടനം അവരെ കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്താണെന്നറിയോ? ഇൽമു പഠിച്ചാൽ 10-1 പ്രവർത്തിച്ചാൽ അതിൻ്റെ സക്കാത്ത്. ഒരാൾ 10 ഇൻഫർമേഷൻ പഠിച്ചാൽ അതിൽ 1 പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അയാൾ സേഫ്. فاعمل ولو بالعشر كالزكاة تخرج بنور العلم والظلمات. ജഹലിൻ്റെ ദുൽമത്തിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് പോകാൻ അത് മതിയാവും. ഒരാൾ 10 ഇൻഫോർമേഷൻ പഠിച്ചു അതിലത്തെ 1 പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് സക്കാത്ത് കൊടുത്തത് പോലെ അയാളപ്പോൾ ഒരു സേഫ് സോൺ ഉണ്ടല്ലോ, അതിലാണ് ഇപ്പോൾ. റഹ്മത്തല്ലേ അത്? 10 പഠിച്ച് 10 പ്രവർത്തിച്ച അയാൾ വലിയ സാലിഹായ മനുഷ്യനായി. 10 പഠിച്ച് 10 പ്രവർത്തിച്ചില്ല, പക്ഷെ 1 പ്രവർത്തിച്ച് സേഫ് സോണിലാണ്. സേഫ് സോണിലാണോ? ആണ്. അപ്പോൾ 10-1 പ്രവർത്തിക്കണം. 10-1 പ്രവർത്തിക്കണം. മനസ്സിലായ? കുറേ പഠിച്ചാൽ ആ പഠിച്ചതിൻ്റെ 10-1 പ്രവർത്തിച്ചാൽ അങ്ങനെ സേഫ് സോണാണ്. അതാണ് അള്ളാൻ്റെ റഹ്മത്ത്. എന്നിട്ട് പറഞ്ഞു وعن قوله صلى الله عليه وسلم حديث مررت ليلة أسري بي بأقوام تقرض شفاههم بمقاريض من نار فقلت من أنتم؟ فقالوا كنا نأمر بالخير ولا ناتيه وننهى عن الشر وناتيه. എന്താ പറഞ്ഞത്? ഇസ്രാഇൻ്റെ രാത്രി, ഇസ്രാ മിറാജിൻ്റെ രാത്രി കുറച്ച് കൂട്ടങ്ങളെ ഞങ്ങൾ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. തുഖ്റദു ഷിഫാഉം ബി മഖാരീദ മിന്നാർ, മാന്തികൾ, തീമാന്തികൾ കൊണ്ട് അവരുടെ ചുണ്ടുകളൊക്കെ മാന്തി പൊളിക്കുന്നത് കണ്ടു. ഫഖുൽതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ ആരാണ് ചോദിച്ചപ്പോൾ, ഫഖാലു കുന്നാ നഅമുറു ബിൽ ഖൈരി വലാ നാതി, ഞങ്ങൾ ഖൈറിനെ വേണ്ടി ആൾക്കാരെ പ്രേരിപ്പിക്കുമായിരുന്നു, പക്ഷെ പ്രവർത്തിക്കുമായിരുന്നില്ല. വനൻഹാ അനി ശർരി വനാതി, ഷെറിനെ ദൂരമാക്കി, അതായത് ചെയ്യരുതേന്ന് അറിയുമായിരുന്നു, ഞങ്ങളത് ചെയ്യുമായിരുന്നു. അപ്പം അവർ ശിക്ഷ അങ്ങനെയാണ്. فإياك يا مسكين أن تذعن لتزويره وتتدلى بحبل غروري. മിസ്കീനോട് പറയേ, സൂക്ഷിച്ചോ, ഒരിക്കലും എന്താവരുത്, അവൻ്റെ പറ്റിക്കല്ല് പെടരുത്, അവൻ്റെ പറ്റിക്കല്ല് പെടരുത്. വതതദല്ലാ ബിഹബ്ലി ഗുറൂരി, അവൻ്റെ ചതിൻ്റെ, അതായത് ഇതൊരു പ്രയോഗമാണ്. അങ്ങനെ ഈ കിണറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ എടുക്കില്ല, കോരി എടുക്കില്ലേ ദലൂയിൽ, ബക്കറ്റിൽ, അതുപോലെ ശൈത്താൻ്റെ ചതി കുഴിയിൽ അവൻ്റെ ആ വലിയിൽ നിങ്ങൾ പെടരുതേന്ന്. അതായത് വെള്ളം ഒറ്റടിക്കെടുത്താൽ വെള്ളം ഫുള്ളും കിട്ടോ, അമ്മ അറിയൂലേ? അപ്പം എങ്ങനെയാണ് ശൈത്താൻ കളിക്കുക? അതിലുള്ള പോലെ കുറച്ച് കുറച്ചായിട്ട് അവൻ്റെ ആ ചതിൻ്റെ കുഴിക്ക് നിങ്ങൾ പോയിട്ട് വരരുതേ. ഫവൈലുൽ ലിൽ ജാഹിലി ഹൈസു ലം യതഅല്ലം മറത്തൻ വാഹിദ, ജാഹിലിന് നാശം, പഠിക്കാത്തതിന് നാശം, നാശം തന്നെയാണ്. ഒരാൾ പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ പഠിക്കാണ്ടിരുന്നാൽ മതില്ലേ, എനിക്കൊരു നാശമല്ലേ ഉള്ളൂ. അത് വലിയ നാശമാണ്, നാളെ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ അമൽ ചെയ്യാനുള്ള എന്താ പഠിക്കാൻ ചോദിച്ചാൽ അത് ഭയങ്കരമായ ചോദ്യം തന്നെയാണ്. തൻ്റെ മേൽ ഞാൻ നിർബന്ധമാക്കിയ കാര്യം, താൻ അറിയേണ്ട കാര്യം താൻ പഠിക്കാൻ എന്താ എന്ന് ചോദിച്ചാൽ അത് വലിയ നാശം തന്നെയാണ്. ചിലർ അറിയും ഇൽമു പഠിച്ചിട്ട് അമൽ ചെയ്തില്ല പ്രശ്നമില്ല, എന്നാൽ ഞാൻ ഇൽമു പഠിക്കണില്ല, അയാൾ അപ്പോൾ അതിനെക്കാട്ടി വലിയ ഡേഞ്ചറിലാണ്. കാരണം അയാൾ ചോദിക്കണം, എന്താണ് പഠിക്കാഞ്ഞത്? ഞാൻ തന്നെ വിട്ടത് വെറുതെ വിട്ടതാ ഈ ദുനിയാവിലേക്ക്? ഈ ദുനിയാവിൽ ഇബാദത്ത് ചെയ്യേണ്ട ഇതില്ല, ബാധ്യതല്ല തൻ്റെ മേലിൽ. ഇബാദത്ത് ശരിയാവണമെന്നാണ് ഇൽമു പഠിക്കണ്ടേ? ഇൽമില്ലാണ്ട് ഇബാദത്ത് എങ്ങനെ ശരിയാവണത്?
അപ്പോൾ തൻ്റെ ഇബാദത്ത് നന്നാക്കാനുള്ള ഇൽമ് എന്താ പഠിക്കാഞ്ഞത്? ഗുരുതരമാണത്. വവൈലുൽ ലിൽ ആലിമി ഹൈസു ലം യഅമൽ ബിഇൽമിഹി അൽഫ മറ. ആലിമിന് നാശം, അവന് പഠിച്ചത് കൊണ്ട് അമൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 1000 വട്ടം നാശം. കാരണം അയാൾ എന്തായി, പ്രശ്നം എന്താ വെച്ചാൽ അയാൾ പഠിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വയത്തിൽ എനിക്കെല്ലാതും അറിയാമെന്നുള്ളതും ഞാൻ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാണ്ടിരുന്ന അത് അതിനെക്കാട്ടും ഗുരുതരമാണ്. രണ്ടും ഡേഞ്ചറാണ്. വഅലം റഹിമകല്ലാഹ്, തീർച്ചയായും അറിയുക അള്ളാഹു തനിക്ക് റഹ്മത്ത് തരട്ടെ എന്ന് ദുആ ചെയ്ത ഗസാലി മൗലാന. അന്നന്നാസ ഫീ തലബിൽ ഇൽമി അലാ സലാസതി അഹ്വാൽ. ഇൽമു പഠിക്കുന്നതും ഇൽമിൻ്റെ മജ്ലിസുകളിൽ വരുന്ന വാളിൻ്റെ മജ്ലിസിൽ വരുന്നവരൊക്കെ മൂന്ന് അവസ്ഥകളാണ് അവരെ അവസ്ഥകൾ. റജുലുൻ തലബൽ ഇൽമ, ഒരാൾ ഇൽമു പഠിക്കുന്നു, ഇൽമിൻ്റെ മജ്ലിസുകൾ വരെ എന്തിന്? ലിയദ്ഖിറഹു സാദൻ ഇലൽ മആദ്, മടക്ക ദിവസത്തിന് വേണ്ടിയിട്ട് എന്താണ് ഒരു തയ്യാറെടുപ്പ്, അതായത് ലേഗേജായിട്ട് സാദായിട്ട് ഒരു കൂട്ടി വെക്കലായിട്ട് എന്തിന് എടുത്തു വെക്കുകയാണ്, നിക്ഷേപിക്കുകയാണ്. എന്തിന്? നാളെ ഖിയാമുന്ന ആൾ മടക്ക ദിവസത്തിൽ കൊണ്ടുപോകാനുള്ള, അതായത് നാട്ടിൽ പോകുമ്പോൾ എന്താണ് പറയുക, ലഗേജൊക്കെ എടുത്തക്കണ പോലെ എടുത്തക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ പഠിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. വലം യഖ്സിദ് ബിഹി ഇല്ലാ വജ്ഹ അല്ലാഹി തആല വദ്ദാറൽ ആഖിറ, അവൻക്ക് അല്ലാഹുവിൻ്റെ വജ്ഹല്ലാതെ അല്ലാഹുവിനോടല്ലാതെ, ഇത് അല്ലാഹുവിന് വേണ്ടിയിട്ട് മാത്രമാണ്. വദ്ദാറൽ ആഖിറ, ആഖിറത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഇയാളിത് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫഹാദാ മിനൽ ഫായിസീൻ, ഇവന് വിജയിച്ചവനാ. ഇനി രണ്ടാമത്തെ ആൾ വറജുലുൻ തലബഹു ലിയസ്തഈന ബിഹി അലാ ഹയാതിഹിൽ ആജില, അവന് വാളിൻ്റെ ദർസുകളിൽ പോയി, അല്ലെങ്കിൽ കോഴ്സുകളിൽ പോയി. ഇപ്പോൾ കുറേ കോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ കോളേജുകളിൽ പോയി പഠിക്കുക, ഇൽമു പഠിക്കുന്ന കോളേജ്. എന്തിനാണ്? ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്. വയനാല ബിഹിൽ ഇസ്സ വൽ ജാഹ വൽ മാൽ, ഇസ്സത്തും സ്ഥാനമാനങ്ങളും പണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ അത് പഠിച്ചത്. ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്ത്, ഒരു വലിയ ഉസ്താദ്, ഒരു അറിയപ്പെട്ട ഉസ്താദിൻ്റെ ദർസുകളിലൊക്കെ പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആൾക്കാരോട് പറയും ഞാൻ ആ ഉസ്താദിൻ്റെ ആളാണ്. അപ്പോൾ ഇയാൾക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യും, ചില ഉസ്താദന്മാരൊക്കെ ഭയങ്കര ഇതുള്ളവരുണ്ട്, ഇപ്പോൾ സംഘടന ബേസിലും ഇതിലൊക്കെ ഉള്ള ഭയങ്കരമായി എന്താണ് പറയുക, എല്ലായിടത്ത് പോയാലും അവരെ കൊണ്ട് കുറേ കാര്യങ്ങൾ സാധിപ്പിക്കാൻ കഴിയും, അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ അയാളെ മജ്ലിസിൽ പോകുന്നു. എന്തിനാണ് അയാൾ പോകുന്നത്? ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ അറിവൊക്കെ പഠിപ്പിക്കുകയാണ്. പക്ഷേ മൂപ്പര് അവിടെ എപ്പോഴും ഇങ്ങനെ പോയിട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ മാലി പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്ന ഉസ്താദിൻ്റെ ആളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. വഹുവ ആലിം, പക്ഷെ അവനക്കറിയാം ഞാൻ ആ ചെയ്യുന്നത് മോശത്തരാണെന്ന് അവനക്കറിയാം. ആ മജ്ലിസിന് ഇൽമിൻ്റെ മജ്ലിസ് അവൻ ശ്രമിക്കേണ്ട, ഇൽമു പഠിക്കാൻ ശ്രമിക്കേണ്ട. പക്ഷേ ഇൽമൊക്കെ പഠിക്കുന്നു, ആ മജ്ലിസ് പോയിട്ട് കേൾക്കേണ്ട. പക്ഷെ അവൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? ദുനിയാവിൻ്റെ കാര്യങ്ങൾ സംഭവിക്കലാണ്. അല്ലെങ്കിൽ അവിടെ പോകുന്നു, അവിടെ പോയിരുന്ന് കഴിഞ്ഞാൽ എന്തേലും നാളെന്തേലും ഇതാവും. അല്ലെങ്കിൽ ഇയാളെ മോളെ കല്യാണമുണ്ട്, അപ്പോൾ ഇയാളെ മോളെ കല്യാണത്തിന് നിൽക്കാതിന് എന്ത് വേണം? ആ ഉസ്താദ് വരണം. സാധാരണ ആ ഉസ്താദിനെ വിളിച്ചാലേ വരൂല. ശിഷ്യന്മാരെ കല്യാണത്തിനൊക്കെ വരും, അല്ലെങ്കിൽ ശിഷ്യന്മാരെ മക്കളെ കല്യാണത്തിനൊക്കെ. അപ്പോൾ ഇയാളെന്ത് ആദ്യം തന്നെ 6 മാസം മുമ്പ് തന്നെ അത് കണക്ക് കൂട്ടിയിട്ട് അയാൾ പോയിട്ട് ആ മജ്ലിസിലൊക്കെ പങ്കെടുക്കണം. എന്തിനാണ്? കല്യാണത്തിന് വരാൻ വേണ്ടിയിട്ട്. അതൊക്കെ എന്താണ്? പക്ഷെ അവനക്കറിയാം, അവൻ ആ വന്ന ഉദ്ദേശം വല്ലാത്ത അലാക്കായ ഉദ്ദേശം. ഇതിപ്പോൾ ഇത് ചെറിയ ലെവലിൽ ഇങ്ങനെയാണ്. വലിയ ലെവലിൽ ഉലമാക്കളെ ഇൽമിൻ്റെ ശരിയായ മജ്ലിസ്, ചെറിയ ലെവലും അതിൽ പെടും. അവൻ്റെ കൽബിൽ അവനക്കറിയാം, മുസ്തശ്ഇറുൻ ഫീ ഖൽബിഹി റകാകത ഹാലി, അവൻ്റെ അവസ്ഥ ഒരു എന്താണ് പറയുക, ഒരു ബലഹീനത അവസ്ഥ, അവൻ മോശപ്പെട്ട അവസ്ഥ അവർക്ക് അറിയാം. വഹിസ്സത മഖ്സദി, അവൻ്റെ ഉദ്ദേശത്തിൻ്റെ
എന്താണ് നിന്നിത് അവനക്ക് മനസ്സിലായി. ഫഹദ മിനൽ മുഖാത്തിബീൻ, അവൻ ഡേഞ്ചറിലാണ്, ഡേഞ്ചർ സോണിലാണ്. ഫഇൻ ആജലഹു അജലുഹു ഖബ്ല തൗബ, തൗബ ചെയ്യണതിൻ്റെ മുമ്പ് ഇയാൾക്ക് മരണം പിടിപ്പെട്ട് കഴിഞ്ഞാൽ ഖീഫ അലൈഹി സൂഉൽ ഖാത്തിമ, അവൻ്റെ ഖാത്തിമത്ത് മോശമാവുമെന്ന് പേടിക്കണം. വബഖിയ അംറുഹു ഫി ഖതറിൽ മശീഅ, അവൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ എന്താണ് മശീഅത്തിലായിരിക്കും. എന്നാൽ അള്ളാഹുവിനെ എന്ത് ചെയ്യുക, ശിക്ഷിക്കുക. അവൻ്റെ ഉദ്ദേശം അങ്ങനെ കൽബിയിൽ അവൻ പേടിണ്ടായിരുന്നു, ചിലപ്പോൾ കൽബിയിലുള്ളത് കൊണ്ട് അള്ളാഹു റഹ്മത്ത് ചെയ്യുക അവൻക്ക്, അവൻ തെറ്റാ ചെയ്തെന്നുള്ള ഒരു ബോധമുള്ളത് കൊണ്ട് ചിലപ്പോൾ റഹ്മത്ത് ചെയ്യാം, അല്ലെങ്കിൽ അവൻ്റെ കുറ്റം വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു കണക്കൂട്ടാം. അത് അള്ളാഹുവിലേക്ക് മടക്കുന്നതാണ്. അവൻ ഡേഞ്ചർ സോണില്ല. എന്തായാലും വാളിന് പോകുമ്പോൾ അത് എന്തിനാണെന്നുള്ള ഉദ്ദേശം വേണം, അമൽ ചെയ്യാൻ. അവിടെ വാളി പറഞ്ഞത് കൊണ്ട് ഞാൻ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് തന്നെ പോകണം. അല്ലാണ്ട് എന്തിനാ വാളിന് പോകുന്നത്, അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ നല്ല ബിരിയാണി കിട്ടും, അതിന് വേണ്ടി പോയതാണ്. അപ്പോൾ അയാൾക്ക് ബിരിയാണിന് വേണ്ടി പോയതാണ്. അവിടെ പോയി ഇരുന്ന് അതൊക്കെ കേട്ട് മനസ്സിലാക്കി. പക്ഷെ മനസ്സിലുണ്ട് ഞാൻ ബിരിയാണി, അതായത് മനസ്സിൽ അയാളുടെ അവസ്ഥ മോശമാണെന്നുള്ള അയാൾക്ക് ബോധം ഉണ്ടെങ്കിൽ ഇയാൾ ഈ ഡേഞ്ചർ സോണിലാണ്. وإن وفق للتوبة قبل حلول الأجل, മരണത്തിൻ്റെ മുമ്പ് തൗബ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് കൊടുത്താൽ വഅദാഫ ഇലൽ ഇൽമിൽ അമൽ, ഇൽമിനൊപ്പം അമലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ, തൗബ ചെയ്ത് ഇൽമിനൊപ്പം അമലും ചേർത്ത് വതദാറക മാ ഫറത മിൻഹു മിനൽ ഖലൽ, അവൻക്ക് മുമ്പുണ്ടായിരുന്ന കുറവുകളൊക്കെ അവൻ നികറ്റി കഴിഞ്ഞാൽ ഇൽതഹഖ ബിൽ ഫായിസീൻ, വിജയികളെ കൂട്ടത്തിൽ അവന് പെടും. ഡേഞ്ചർ സോണിൽ നിന്ന് മാറി തൗബ ചെയ്ത് അവിടെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അയാൾ റബ്ബേ അതിൽ പറഞ്ഞത് പ്രവർത്തിക്കണം, എന്തായാലും ബിരിയാണിക്ക് വേണ്ടി പോയത് തന്നെയാണ്, പക്ഷേ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെ റബ്ബേ, പുറത്തന്നെ റബ്ബേ എന്നൊക്കെ പറഞ്ഞ് അയാൾ അതിലുള്ളതൊക്കെ അമൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഡേഞ്ചർ സോണിൽ നിന്ന് മാറി അയാൾ വിജയികളെ കൂട്ടത്തിൽ വിട്ട്. എന്നിട്ട് പറഞ്ഞു ഫഇന്ന തായിബ മിനൽ ദംബി കമൻ ലാ ദംബ ലഹ്, കുറ്റങ്ങളിൽ തൗബ ചെയ്ത ആൾ കുറ്റം ചെയ്യാത്ത ആളെ പോലെയാണ്. മനസ്സിലായ? അള്ളാഹു പുറത്തെടുക്കും. അപ്പോൾ വിജയികളിൽ കൂട്ടത്തിൽ അയാൾ പെടും. ദർസിന് വന്ന് കിതാബൊക്കെ ഓതി, എന്തിനാ വന്നത്? വന്നു കഴിഞ്ഞാൽ എന്തെന്ന് അറിയാ, ആ സമയത്ത് ജോലിക്ക് പോകണ്ട. എന്താണ് ജോലിക്ക് പോകേണ്ട കാരണം എന്താണ്? അവിടുത്തെ മാനേജർ ഇവിടെ ദർസിന് വരുന്നുണ്ട്. അപ്പോൾ മാനേജർ ഇന്നെ ദർസിൽ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ജോലിക്ക് വരണ്ട എന്ന് പറയും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ജോലിക്ക് എന്തിനാണ് ദർസിലേക്ക് വരുന്നത്? ദർസോ അല്ലെങ്കിൽ ഇതുണ്ടാവും, എന്തായാലും അറിയാ, ദൗറ അറിയില്ല, ഇഫ്വോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൗറ, ഒരു 6 മാസത്തെ ദൗറ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ദൗറ. അയാൾ ഇതിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്താൽ അവിടെ ജോലിയിൽ നിന്ന് ഇയാൾക്ക് എന്ത് ചെയ്യും, ഇളവ് കൊടുക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇയാൾ നടക്കുന്നത്. ഇതൊക്കെ വല്ലാത്ത അവസ്ഥയാണ്. ഇനി മൂന്നാമത്തെ ആൾ വറജുലുൻ സാലിസുൻ, ഇത് ഞാൻ പറയും ചെറിയ ആൾക്കാരിലും പെടുത്താം, വലിയ മൊയിലക്കന്മാരിലും പെടുത്താം. വലിയ മൊയിലക്കന്മാരെ ഡേഞ്ചർ ചെറിയ ആൾക്കാരെ പോലല്ല. ചെറിയ ആൾക്കാരെ ഡേഞ്ചർ ബിരിയാണിക്ക് വേണ്ടി പോയ ആൾ പോലല്ല, ദുനിയാവ് വിറ്റ് കാശാക്കിയ ആൾ, ദീന് വിറ്റ് കാശാക്കിയ ആൾ. ബിരിയാണി തിന്നാൻ ഇൽമിൻ്റെ മജ്ലിസിൽ പോയ, എന്തിനാ ബിരിയാണി തിന്നാൻ പോയ ആൾ, അയാൾ ശരിയാണ് തെറ്റ് ചെയ്തത്, പക്ഷെ അയാൾക്കുള്ള ഡേഞ്ചർ അല്ല വലിയ മൊയിലേക്കുള്ള ഡേഞ്ചർ. കെട്ടാണ് ഇയാൾക്കുള്ള ഡേഞ്ചർ. ചിലപ്പോൾ അള്ളാഹ് പുറത്തു കൊടുക്കും ഡേഞ്ചറിലാണെങ്കിലും കൂടി. ബിരിയാണീൻ്റെ പക്ഷെ അയാൾ അപ്പോഴും അയാൾ ഉദ്ദേശിക്കുക ദീന് മുഴുവൻ ഒരു ബിരിയാണിക്കാണ് വിറ്റതെന്നുള്ളത്. വറജുലുൻ സാലിസുൻ, മൂന്നാമത്തൊരാൾ ഇസ്തഹ്വദ അലൈഹി ശൈത്താൻ, അയാൾ എന്ത് ചെയ്ത് റാഞ്ചി, ശൈത്താൻ അയാളാണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തു. ശൈത്താൻ അയാളെ ബുദ്ധിയിൽ മുഴുവൻ ശൈത്താൻ കളിക്കാൻ, ശൈത്താൻ്റെ കളിയിലാണ് ഇയാളുള്ളത്.
ഇസ്തഹ്വദ അലൈഹി ശൈത്താൻ, അയാളെ എന്താ ചെയ്യുക, ഇസ്തഹ്വദക്ക് ഒരു മലയാള പ്രയോഗമുണ്ട്, അയാളെ മുഴുവനായി എടുത്ത് എന്നറിയും. മുടീനെക്കാട്ടിയും വേറെ ഒരു പ്രയോഗം ഉണ്ടെന്താണ്, വശീകരിക്കല്ല, അത് വശീകരണം വേറെയാണ്, ഇത് മുഴുവനായിട്ട് അയാളെ ഏറ്റെടുത്ത് എന്നറിയണം അവനെ. അയാൾ പഠിച്ച ഈ ഇൽമൊക്കെ അയാൾ എന്ത് ചെയ്ത് പൈസ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടായി. വത്തഫാഖുരി ബിൽ ജാഹ്, അപ്പം അയാൾ മൊയ്ലിയാരായതുകൊണ്ട് അയാൾ ശിഷ്യന്മാർക്ക് അയാൾ എന്ത് ചെയ്യും, നിങ്ങൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു ഐഫോണ്, പുതിയ ഇറങ്ങിയ ഐഫോണൊന്ന് കൊണ്ടുവരണം കേട്ടാ, എന്തായാലും കൊണ്ടുവരണം, ഞങ്ങൾ പുതിയ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളൊക്കെ കുട്ടികളല്ലേ, നിങ്ങളൊക്കെ ആ പുതിയ വണ്ടി തരണ്ടേ. അപ്പം അയാളൊക്കെ പഠിച്ച ഇൽമ എന്തിനു വേണ്ടിയിട്ടാണ്, ഇൽമിൻ്റെ പൈസക്ക് വേണ്ടിയിട്ടാണ്. വത്തഫാഖുരി ബിൽ ജാഹ്, സ്ഥാനങ്ങൾ കൊണ്ടും മാനങ്ങൾ കൊണ്ട് എന്താണ് ഭയങ്കരമായിട്ട് കാണിക്കുക, തഫാഖുർ ചെയ്യുക. വത്തഅസ്സുസി ബികസ്റത്തിൽ അത്ബാ, കുറേ ശിഷ്യന്മാരും കുറേ അനുയായികളുണ്ട് എന്നുള്ളത് കാണിച്ച് അയാൾ വലിയ ആളാണെന്ന് കാണിക്കുക. യദ്ഖുലു ബിഇൽമി കുല്ല മദ്ഖല, അയാളെ ഇൽമ കൊണ്ട് എല്ലാ കിടക്കേണ്ട സ്ഥലത്തും അയാൾ കിടക്കും. റജാഅ അൻ യഖ്ദിയ മിനദ് ദുനിയ വതറഹു, ദുനിയാവിൽ നിന്ന് കിട്ടേണ്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. വഹുവ മഅ ദാലിക യുദ്മിറു ഫീ നഫ്സിഹി, അവന് അതിനൊപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണതിൻ്റെ ഒപ്പം അവൻ്റെ നഫ്സിൽ എന്താണ് അവൻ ഒളിപ്പിച്ചിട്ടുള്ളത്, അന്നഹു ഇൻദല്ലാഹി ബിമക്കാൻ, അള്ളാഹിൻ്റെ അടുക്കൽ അയാൾ വലിയ സംഭവമാണ് എന്നും അയാളെ മനസ്സിലുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യരുത് എന്ന് മാത്രമല്ല, അയാളെ മനസ്സിൽ അയാളാരാ, അള്ളാഹിൻ്റെ വലിയും മിനൗലിയായില്ലായാണ് അയാൾ. കാരണം എന്താ, ലിത്തിസാമി ബി സിമത്തിൽ ഉലമാക്കളെ സാമീപ്യം ഉള്ളത് കൊണ്ട്, വലിയ താടിയും അല്ലെങ്കിൽ അവർ തലകെട്ടൊക്കെ ഉള്ളത് കൊണ്ട് അയാൾ വിചാരിക്കുന്നു ഞാനൊക്കെ ഇത്ര വലിയ മനുഷ്യന്മാരാ, ഇവരൊക്കെ വരുമ്പോൾ എൻ്റെ കൈ പിടിച്ച് മുത്തണം, ഇവരൊക്കെ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, സുബ്ഹാനല്ലാഹ്, പാവങ്ങൾ, അല്ലാഹു പുറത്തെടുക്കട്ടെ. ഇവരൊക്കെ ശരിക്കും ഞാൻ വരുമ്പോഴൊക്കെ എന്ത് ചെയ്യേണ്ടതാണ്, നീങ്ങിക്കണം. സുബ്ഹാനല്ലാഹ്, മനുഷ്യരെ പോട്ടെ, അയാളങ്ങനെയാണ് അയാൾ വിചാരിക്കുന്നത്. രൂപത്തിലും സംസാരത്തിലൊക്കെ ആ ഉലമാക്കളെ ഒരു, അപ്പോൾ മറ്റൊരാൾ വന്നിട്ട് മോനെ അല്ലാ, അയാളുടെ സംസാരമാണ് അത് എന്താ, നിങ്ങൾക്കൊക്കെ സുഖമല്ലേ, അതായത് ആ സംസാരത്തിലൊരു പ്രത്യേകമായ സ്വരം, അവരുദ്ദേശിക്കുന്നത് എന്താണ്, അയാളങ്ങനെ ഈ പറഞ്ഞ പോലെ അയാളെ മനസ്സിലങ്ങനെയുള്ളത്. ഞാനൊക്കെ വലിയ അല്ലാമ ഖാദർ പുതിയൊക്കെയാണ്. മാത്രമല്ല പുറവും അകം ദുനിയാവിലേക്ക് അയാൾ മുഴുവനായി മുഖം കുത്തിക്കാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ നാസ്ത കിട്ടിയില്ലെങ്കിൽ പണി കിട്ടും, ഉച്ചക്ക് ചോറിൻ്റെ ഒപ്പം 2 കറിയും മീൻ പൊരിച്ചത് 2 സെറ്റില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. ദുനിയാവിൻ്റെ എല്ലാ കാര്യവും വേണം. അയാൾ ആഖിറത്തിൽ വലിയ ആളായിട്ട് അയാൾ നടക്കുക. രാത്രിയാണെങ്കിൽ ഇറച്ചിൻ്റെ കറിയല്ലാത്ത കറി പറ്റും. അപ്പം ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നശിച്ചവരയിൽ വിട്ടവരാണ്. വമിനൽ ഹംഖ, പൊട്ടന്മാരാണ്, മണ്ടന്മാരാണ്. അൽ മഗ്റൂരീൻ, അതായത് അവർ ചതിക്കപ്പെട്ടതാണ്, അതായത് ഉള്ളിൽ ഞാൻ വിജയിക്കും എന്നൊക്കെ വിചാരിച്ച പൊട്ടന്മാരാണ് ഇവർ. അവൻ തൗബ ചെയ്യും എന്നുള്ള പ്രതീക്ഷ ഇല്ല. കാരണം ഇയാൾ ആദ്യം തന്നെ ഞാൻ എത്ര വലിയ ആളാന്ന് വിചാരിച്ചു. ഇതിൽ പെടും കുറേ ദർസുകളിലൊക്കെ പോയിട്ട് മൊയ്ലിയാക്കന്മാരെ രൂപത്തിൽ നടക്കുന്ന കുറേ ആൾക്കാരങ്ങൾ കണ്ടിട്ടുണ്ടാവും.
അങ്ങനെ കുറച്ച് മൊയ്ലിയക്കന്മാരൊപ്പം നടന്നിട്ട് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ അയാളും കന്തൂറിട്ടിട്ട് ഒരു മൊയ്ലിയാരെ പോലെ നടക്കേണ്ടാവും. കണ്ടിട്ടുണ്ടോ ഇഷ്ടംപോലെ ആൾക്കാർ? അതൊക്കെ അയാളോട് പറഞ്ഞു. അയാളെ വിചാരം എന്താ, ഞാനൊരു വിജയിക്കപ്പെട്ട ഒരാളായി എന്നാണ് ഇയാൾ വിചാരം. നമ്മൾ കാണാറുണ്ട് ചില സാധാരണ ആൾക്കാർ, ഇൽമു പഠിച്ചവരൊന്നല്ല, കുറച്ച് മൊയ്ലാക്കന്മാരൊപ്പം ഖിദ്മത്ത് ചെയ്ത് നടന്നാൽ, ഞങ്ങൾ കുറച്ച് മൊയ്ലാപ്പരം നടന്നതിന് അതിൻ്റെ ഫലമായി അയാളെ മനസ്സിൽ ഞാനൊക്കെ വിജയിച്ച് ഖലാസ് എനിക്ക് ടിക്കറ്റ് കിട്ടി. അപ്പോൾ അയാൾ അന്തൂറൊട്ട് തൊപ്പിയൊട്ട് നടക്കും ആൾക്കാരെ മുന്നിൽ. അല്ലാഹ് സുബ്ഹാനല്ലാഹ്. സംസാരത്തിൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവും അയാൾ ഏതോ ഡിഗ്രി എടുത്തിട്ട് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ പറയണ്ടെന്നല്ല, അത് മനസ്സിൽ നിന്ന് വരുന്ന സംസാരങ്ങൾക്ക് നമുക്ക് തന്നെ മനസ്സിലാവും. അത് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാലും നന്നാക്കി ഉറപ്പിച്ചാലും ഉറപ്പിച്ചില്ലെങ്കിലും അയാളെ സംസാരത്തിൽ നിന്ന് നമുക്ക് തിരിയും അയാൾ ഉണ്ടാക്കിയതല്ല. ഒരാൾ ഉസ്താദന്മാരൊപ്പം പോയി അവർ കുറേ കാലം സാവസിച്ചാൽ അവരെ സംസാരം മനുഷ്യനാണ്, എന്താവും, പകരും. അപ്പോൾ ഇയാൾ ഇങ്ങനൊന്നും ഉദ്ദേശിക്കണില്ല എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ തന്നെ നമുക്ക് തിരിയും. മനസ്സിലായ? മറ്റേത് ഇത് എങ്ങനെയാണ്, ഇവരൊക്കെ എവിടെ ഇരിക്കുന്നത്, നിങ്ങളൊന്നും കണ്ടിട്ടില്ല ലോകം, എനിക്ക് നിങ്ങൾക്കൊക്കെ പുറത്തട്ടെ. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഇതിപ്പോൾ വലിയ കൂട്ടത്തിലും പെടുത്ത ചെറിയ കൂട്ടം. ഞാൻ പറഞ്ഞല്ലോ, വാളിൻ്റെ മജ്‌ലിസിൽ പോണ ആളും എന്താണ് ഇൽമിൻ്റെ മജ്‌ലിസിൽ പോണ ആളും ഞാൻ അതിൻ്റെ ഉയർന്ന ശരിയായ ഇൽമിൻ്റെ മജ്‌ലിസ് അതിനെ ഉലമാക്കൾ അതൊക്കെ പെടും. കാരണം അയാൾ സ്വയം വിചാരിക്കുന്നു ഞാൻ മുഹ്സിനാണ്. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ സുന്നത്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ, അതായത് ഞാൻ എക്സ്ട്രാ ഒക്കെ എടുക്കുന്ന ആളാണ്, കൽപ്പിക്കപ്പെട്ടതിനെക്കാട്ടി എക്സ്ട്രാ എടുക്കുന്ന ആളാണെന്നാണ് ഇയാൾ ധാരണ. وهو غافل عن قول الله تبارك وتعالى. ഈ ആയത്തിൽ നിന്ന് അയാൾ എന്താണ്, അയാൾ ഗഫലത്തിലാണ്, കാണുന്നില്ല ഇയാൾ. يا أيها الذين آمنوا لم تقولون ما لا تفعلون كبر مقتا عند الله أن تقولوا ما لا تفعلون. അതായത് മുഅ്മിനീങ്ങളെ, നിങ്ങൾ പ്രവർത്തിക്കാത്ത എന്തിനാ പറയുന്നത്? അതായത് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കാത്തും പ്രവർത്തിക്കാത്ത എന്തിനാ പറയുന്നത്? നിങ്ങൾക്കൊന്നോലും ഉദ്ദേശം ഉണ്ടാവാല്ല, പ്രവർത്തിക്കണില്ല എന്നുള്ള മോശത്തരത്തിലാണ് ഞാനുള്ളത്. അയാൾക്ക് ഞാൻ പ്രവർത്തിക്കുന്നു എന്നല്ല, വസിയ്യത്ത് ചെയ്യുക. അപ്പോൾ അതിനൊപ്പം ഇന്ന ഓർമ്മിപ്പിക്കുക എന്നുള്ളതൊക്കെ ആണെങ്കിൽ ഇതിൽപ്പെടില്ല. ഇതിൽപ്പെടല്ല ആരാണ്? ഞാനാരാണ്? പക്ഷേ ഇയാളിത് പ്രവർത്തിക്കണം, എന്നിട്ട് ആൾക്കാരോട് പ്രവർത്തിക്കാൻ പറയുന്നത്. ഇയാൾക്കറിയപ്പോൾ ഇയാൾ പ്രവർത്തിക്കില്ല. അപ്പോൾ ഇയാൾ ആ മോശപ്പെട്ട ആ അവസ്ഥ ഓർത്തിട്ട് പറയുക, മറ്റാളോട് ഞാൻ പ്രവർത്തിക്കേണ്ടതെന്ന് ഇല്ലയെന്നല്ല, നിങ്ങൾ പ്രവർത്തിക്കണം കേട്ടോ. അപ്പോൾ ആ സംസാരത്തിന് തന്നെ ഇയാൾ തിരിയും. ഇയാൾ അഹങ്കരിച്ചിട്ടും ചെയ്യുന്നറിയുന്നത് ചെയ്തിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നതെന്നല്ല, ചെയ്യാൻ വേണ്ടി ഒരു വസിയ്യത്തായിട്ട് പറഞ്ഞു എന്നുള്ളതാണെന്ന് മനസ്സിലാവും. ഇപ്പോൾ വലിക്കുന്ന ഒരാൾ, സിഗരറ്റ് വലിക്കുന്ന ഒരാൾ മറ്റൊരാളോട് പറയും സിഗരറ്റ് വലിക്കരുത്, അയാൾ അങ്ങനത്തെ ആൾ പറയുമ്പോൾ ഒരിക്കലും അയാൾ എന്ത് പറയില്ല, സിഗരറ്റ് വലിക്കരുത് അങ്ങനെ പറയൂല, പറയാൻ പറ്റൂല അയാൾക്ക്. പറ്റോ? കാരണം നാളെ പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അയാൾ അങ്ങനെ ഇരിക്കും പറയാ, എന്തിനാ അങ്ങനെ ആവശ്യമില്ലാണ്ട് സിഗരറ്റ് വലിക്കുന്നതൊക്കെ ഭയങ്കര പൈസ കളിയലല്ലേ എന്നുള്ളൊക്കെ രീതിക്ക് അയാളിങ്ങനെ കവർ ചെയ്തിട്ടായിരിക്കും പറയാം. അപ്പോൾ അവരൊന്നും എന്തിൽ പെടില്ല, ഈ മതക്കുലൂന മാലത്തെ ഫലിൽ പെടില്ല. കാരണം എന്താ വെച്ചാൽ അവർ ചെയ്തില്ലെങ്കിലും അവർക്ക് അറിയാം ചെയ്യണില്ല എന്നുള്ളത്. അവർ സംസാരവും അങ്ങനെ ഇരിക്കില്ല. ഇത് ആരപ്പെടാ പ്രവർത്തിക്കണില്ല എന്ന് മാത്രമല്ല, ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുക. അല്ല, ആൾക്കാർ നിങ്ങൾ പ്രവർത്തിക്കാത്തത്, ആൾക്കാരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനുള്ള എല്ലാ മാർഗവും നോക്കാം. അതിലൊരു സ്വയത്തിന് പൊക്കണ ഒരു പണിയുണ്ടല്ലോ, അത് ഭയങ്കരമായ ദോഷം. കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫഅലൂൻ വഹുവ മിമ്മൻ ഖാല ഫീഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ കൂട്ടരിയിൽ ഇയാൾ പെടും. അന മിൻ ഗൈരി ദജ്ജാലി അഖ്വഫു അലൈക്കും മിന ദജ്ജാൽ. ദജ്ജാൽ അല്ലാത്ത ഒന്നീന്നാണ് എനിക്ക് കൂടുതൽ പേടി. ദജ്ജാലിന് എൻ്റെ ഉമ്മത്തിൽ ദജ്ജാൽ വരും എന്നുള്ള പേടി, അതിലും വേറൊരു പേടിയുണ്ട്. അപ്പോൾ ആരാണ് റസൂലെ?
ഫഖീല വമൻ ഹും യാ റസൂലല്ലാഹ്, ദജ്ജാലില്ലാത്ത പിന്നെ ആരെയാണ് നബിയെ പേടി? ഉലമാ ഉസ്സൂ, മോശത്തിൻ്റെ ഉലമാക്കൾ. കാരണം അവർ പ്രവർത്തിക്കാണ്ട് പറഞ്ഞു കൊടുക്കും അമല് ഈ അമല്. അവർ പറയുന്നത് നല്ല പ്രവൃത്തിയാണ്, സുന്നത്ത് നിസ്കരിക്കണം മറ്റേതാക്കണം തന്നെയാണ് അവരും പറയുന്നത്. പക്ഷേ വഹാദ എന്തുകൊണ്ടാണ് ലി അന്ന ദജ്ജാല ഹായതുൽ ഇദ്ലാൽ, ദജ്ജാലിൻ്റെ ഉദ്ദേശം എന്താ? പഴിപ്പിക്കൽ, അല്ലാണ്ട് പിന്നെ എന്താ ഉദ്ദേശം? വമിസ്ലു ഹാദൽ ആലിം, ഇതുപോലത്തെ ഉലമാക്കൾ, ഇതുപോലത്തെ വാള് പറയുന്ന ആൾക്കാർ, ഇൻ സറഫ നാസ അൻ ദുനിയാ ബിലിസാനി വമഖാലി, അവനെ നാവ് കൊണ്ടും സംസാരം കൊണ്ടും അവരെ ദുനിയാവിന്ന്, ആൾക്കാരെ ദുനിയാവിന്ന് വിദൂരമാക്കിയാലും ഫഹുവ ദാഇൻ ലഹും ഇലൈഹാ ബിഅഅമാലിഹി വഅഹ്വാലി, അവൻ ആൾക്കാരെ അവൻ്റെ ഹാല് കൊണ്ടും അവൻ്റെ പ്രവൃത്തി കൊണ്ടും ആൾക്കാരെ ആകർഷിക്കുകയാണ് ദുനിയാവിൽക്ക്. വലിസാനുൽ ഹാലി അൻതഖു മിൻ ലിസാനിൽ മഖാൽ, നാവോണ്ട് പറയണേനെക്കാട്ടിയും ഫലമുണ്ടാക്കുക പ്രവൃത്തി കൊണ്ടും അവസ്ഥ കൊണ്ടുമാണ്. ഒരാൾ സഹവാസിച്ച് അയാൾ ചെയ്യുന്നറിഞ്ഞ് സംസാരിച്ച് പറഞ്ഞ് നമ്മളെ എന്താ പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞതിനെക്കാട്ടിയും നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവുക അയാൾ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാനാണ്. കാരണം വതിബാഉൻ നാസി ഇലൽ മുസാഅദതി ഫിൽ അഅമാൽ അംയലു മിൻഹാ ഇലൽ മുതാബഅതി ഫിൽ അഖ്വാൽ, ആൾക്കാർ എന്താണ് അയാളെ പിന്തുടരാൻ എന്തിലാണ്? സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പിന്തുടരാൻ എന്തില്ല? പ്രവൃത്തികളിലാണ് പിന്തുടരുക ഒരാളെ. എന്തിനെക്കാട്ടിയും? സംസാരത്തിനെക്കാട്ടിയും. അയാൾ ദുനിയാവിലേക്ക് പോവല്ലേ, ആഖിറത്ത് വേണം എന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെയൊക്കെ പ്രസംഗിക്കേണ്ടെങ്കിലും കൂടി അയാളെ അവസ്ഥകളെ കൊണ്ട് ഈ ആൾക്കാരെന്ത് ചെയ്യും? അയാളെ അവസ്ഥയിലേക്കാണ് മാറുക, സംസാരത്തേക്ക് മാറുന്നതിനെ കാട്ടും. അതാണ് ഡേഞ്ചർ. അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണ് പറയുക, അയാൾ ദീന് ഇങ്ങനെയൊക്കെ പറയേണ്ടെങ്കിലും കൂടി കുട്ടികളൊക്കെ അതെങ്ങനെ മനസ്സിലാവുക? കുട്ടികൾ ശിഷ്യന്മാരുടെ ഇടയിൽ നോക്കിയാൽ മതി. മോളിയുള്ള ആളെ പണി അയാൾ ഉസ്താദാണ് ഇങ്ങനെയൊക്കെ പറയാണ്ട്, ചില ഉസ്താദന്മാർ ശിഷ്യന്മാരെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരെ മിക്ക സംസാരം ആ ഉസ്താദിന് BMW ഉണ്ട്, മറ്റേ ഉസ്താദിന് ബെൻസ് ഉണ്ട്, മറ്റുള്ള പുതിയ നോവ് എടുത്തത്, നമ്മുടെ ഉസ്താദിനൊന്നും നോവില്ല. ഇതായിരിക്കും അവരെ സംസാരം. പഠിച്ചിട്ടുള്ളത് അതൊക്കെയാണ്, ഉസ്താദ് അതങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ആ ഉസ്താദിൻ്റെ ഇതാണ് കുട്ടികളിൽ വരാം. അതേ സമയത്ത് ശരിക്കും പറയാണ്, കുറേ ആൾക്കാർ ചില ഉസ്താദന്മാരെ ശിഷ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ പറയും, ഞാൻ രാത്രി എണിച്ചിട്ട് ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് കയ്യ പൊന്തിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരെ ഉസ്താദ് വലത്തെ കൈ കൊണ്ടായിരുന്നു ലൈറ്റ് ഇട്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും കൊല്ലമായിട്ടും മിക്ക അമൽ ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മ ഉസ്താദ് എങ്ങനെ ചെയ്തിരുന്നതാണ് എൻ്റെ ഓർമ്മ. കുറേ ആൾക്കാർ അങ്ങനെ പറയാറുണ്ട്. ഞാൻ പറയുന്നത് വലിയ ഉണ്ടാക്കി പറയുന്ന ആൾക്കാരല്ല, സാധുക്കളായ സാധാരണ ആൾക്കാർ ചെരുപ്പിടുമ്പോൾ പറയും, എനിക്കപ്പോൾ ഓർമ്മ ഉസ്താദ് എടുത്ത കാലം കൊണ്ട് ചെരുപ്പിടാറില്ല, വലത്തെ കാലം കൊണ്ടാണ് ചെരുപ്പിടാം. ഉസ്താദ് അങ്ങനെ ചെയ്തു തരുന്നത്, ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചെയ്തു തരുന്നു, അങ്ങനെ തന്നെ. എനിക്കപ്പോൾ ഉസ്താദിന് ഓർമ്മ വരും. ചെറിയ ചെറിയ അമലാണ്, ഉസ്താദിന് ഓർമ്മ വരും. അവിടെയാണ് ആ ഉസ്താദ് വിജയിച്ചത്. കുറേ വലിയ സാധനം പറഞ്ഞു കൊടുക്കലല്ല, ദീനുൽ ഇസ്ലാമിയിൽ ചെറുതും വലുതൊന്നുമില്ല. ശരിയായ ദീനുൽ ഇസ്ലാമിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ പറ്റുന്നത് പ്രവർത്തിക്കുക. അത് ചെറുതാണോ പ്രവർത്തിക്കാൻ പറ്റുന്നതാണ് പ്രവർത്തിക്കുക, വലുതാണോ പ്രവർത്തിക്കാൻ പറ്റുന്നത് പ്രവർത്തിക്കുക. പറ്റുന്നില്ലെങ്കിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അതങ്ങ് അത്രയേ ഉള്ളൂ. فما أفسده هذا المغرور بأعماله أكثر مما أصلحه بأقواله. ഈ മഗ്റൂർ, ഈ ചതിക്കപ്പെട്ട ആൾ, സ്വയത്തിൽ വലിയ ആളാണ് കാണിക്കുന്ന തോന്നിയ ആളെ അമല് കൊണ്ട്, ആളെ പ്രവൃത്തി കൊണ്ട് നശിപ്പിക്കുന്നത് സംസാരം കൊണ്ട് നന്നാക്കിയതിനെക്കാട്ടിയും കൂടുതലായിരിക്കും. ചിലപ്പോൾ സംസാരം കൊണ്ട് ഒരാൾ നന്നായി ഉണ്ടാവാം, പക്ഷേ
അയാൾ നശിപ്പിച്ചത് നന്നാക്കിയതിനെക്കാട്ടിയും എത്രയോ ഇരട്ടി കൂടുതലായിരിക്കും അമൽ കൊണ്ട് നശിപ്പിച്ചത്. ഇവിടെ ഈ പറയുന്ന അടുത്ത വാക്കിൻ്റെ മേലിൽ 10 അല്ല 1000 അണ്ടർലൈൻ ഇടുക, അത്രയും ഇമ്പോർട്ടൻ്റ് ആയ വാക്കാണ്. ഇദ് ലാ യസ്തജ്രിഉൽ ജാഹിലു അലാ റഗ്ബതി ഫിദ് ദുനിയാ ഇല്ലാ ബിസ്തിജ്റാഇൽ ഉലമാ. സാധാരണക്കാർ ഒരിക്കലും ദുനിയാവിൻ്റെ മേൽ ചാടിക്കേറി പോവില്ല, ഉലമാക്കൾ ചാടിക്കേറി പോവല്ലാതെ. ഉലമാക്കളാണ് ആ വഴി തുറന്നു കൊടുക്കുന്നത്, കണ്ടുപഠിക്കുന്നതാണ്. ഉലമാക്കൾ പറഞ്ഞു ഇതാക്കുന്നതല്ല. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഒരു ഉലമാക്കളെ പിന്തുടരുന്ന ഒരു സാധാ മുസ്ലിമിൻ്റെ അവസ്ഥയാണ്. അല്ലാണ്ട് ചില ആൾക്കാരുണ്ട് അത് അങ്ങനത്തെ എന്താണ് പറയുക, ആദ്യം തന്നെ വഴി തെറ്റി കള്ളും പെണ്ണുങ്ങളൊക്കെ അതിൻ്റെയൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരെ മനസ്സിൽ ഞാൻ തെറ്റാണ് ചെയ്യുന്നതെന്നുണ്ടാവും, അത് വേറെ, അത് സൊസൈറ്റീൻ്റെ പുറത്തായി. പക്ഷേ സാധാരണ ഒരു സമൂഹത്തിൽ മഹല്ലിയിലൊക്കെ എന്തുണ്ടാവുക, അയാൾ എന്താണ്, അയാൾക്ക് എന്തുകൊണ്ടാണ് ആ നാട്ടിലും ആ നാട്ടുകാരും ആ ആൾക്കാരും ദുനിയാവിനെ എങ്ങനെ ഇട്ടിട്ട് ഇതാക്കുന്നത്, അതാ ഉസ്താദന്മാരെ ഇതാണ്. ആ ഉസ്താദന്മാരാണ് ആ തുടക്കം വെച്ചത്. മനസ്സിലായ? പറഞ്ഞ് തുടക്കം വെച്ചല്ല, അയാളെ അമല് കൊണ്ട് ഇവരിങ്ങനെയൊക്കെ ആയതാണ്. അതായത് എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞുതരാം. ഇന്ന് സാധാരണ ആൾക്കാർ ദീനിൽ ഇങ്ങനെ കുറേ സംസാരിക്കണ കാണാം. അത് എവിടെ നിന്ന് വന്നത്? ആ ഉസ്താദന്മാരുണ്ടാക്കിയിട്ടുള്ള പരിപാടിയാണത്. അവർ തമ്മിൽ തല്ലൂട്ടം, ദീനിന് വലിയ സ്ഥാനമൊന്നുമില്ല, ദുനിയാവിൻ്റെ സ്ഥാനം. അപ്പോൾ അവർ തമ്മിൽ തല്ലൂട്ടം, അവർ തമ്മിൽ സംസാരം, വിദ്വേഷം, അങ്ങോട്ടും ഇങ്ങോട്ട് പാരവെക്കൽ, സംസാരം. അതുപോലെ തന്നെ ദീൻ്റെ സംസാരം പറയുമ്പോൾ മറ്റൊരാളെ സാധാരണ ആൾക്കാരെ മുന്നിൽ വെച്ചാൽ ഉലമാക്കളെ, ബാക്കിയുള്ള ഉലമാക്കളെ കുറ്റം പറയുക. ഒരു സംഘടനയിലുള്ള മൗലിയാക്കന്മാർ മറ്റു സംഘടനയിലുള്ള മൗലിയാക്കന്മാരെ ഓട്ടോമാറ്റിക്കായിട്ട് താഴെയുള്ളവരെന്ത് ചെയ്യും, അതിനെക്കാട്ടി മോശപ്പെട്ട ഇയാൾ ഉപ്പാന്ന് വിളിച്ചാൽ മറ്റേ ഉപ്പാപ്പാന്ന് വിളിക്കും. ആ സംഘടനയിൽ എതിർത്ത് അല്ലെങ്കിൽ ഒരു മസ്അലത്തിൻ്റെ പേരിൽ വേർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ തർക്കിക്കാനും തല്ലൂടാനും എന്താ ഉള്ളത്? രണ്ടാളും ദീൻ ഇസ്ലാമിൻ്റെ ആൾക്കാരാണ്, രണ്ടാളും ഇൽമു പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇയാൾ തെറ്റി തന്നെ വെച്ചോ, ഓക്കെ തെറ്റി, അയാൾ അള്ളാഹുവിൻ്റെ വജീനെ വെച്ചിട്ടല്ല, അയാൾ ഉദ്ദേശിച്ചിട്ടല്ല, അയാൾ തെറ്റ് ശരിയാണെന്ന് അറിഞ്ഞിട്ടല്ല അയാൾ, അല്ല തെറ്റ് ശരിയാണെന്ന് വിചാരിച്ചിട്ടല്ല അയാൾ പറഞ്ഞത്. അപ്പം അയാൾ ശരിയായ മാർഗത്തിലല്ല എപ്പോഴും ഉള്ളത്, തെറ്റിയാലും. ഇവിടെ പ്രശ്നം ചുരുക്കമായി പറയുന്നത് അതാണ്. ആ മൊയ്ലക്കം അതുകൊണ്ടാണ് അനുയായികളിൽ നിങ്ങൾ നോക്കുമ്പോൾ സംഘടനാ അനുയായികളിൽ ഭയങ്കരമായ ശത്രുത കാണുന്നത്. മൊയ്ലക്കന്മാർ ശത്രുത. അപ്പോൾ പറയും മൊയ്ലക്കന്മാർക്ക് അത്ര ശത്രുത, അവരെ പ്രവർത്തി കൊണ്ട് ഫസാദാക്കിയതാണ് ബാക്കിയുള്ളത്. അല്ലാണ്ട് അപ്പോൾ പറയും അനുയായികളിൽ ഭയങ്കരമായ ശത്രുത ഉണ്ട്. മൊയ്ലക്കന്മാരുടെ ഇടയിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മൊയ്ലക്കന്മാരെ പ്രവർത്തി കൊണ്ടാണ് ഇവ അനുയായികളായിരിക്കും എത്തിയിട്ടുള്ളത്. അവരുടെ ഇടയിൽ ഉണ്ടാവില്ല എന്നുള്ളതോ ചിലപ്പോൾ അവർ മറന്നുണ്ടാവും. പക്ഷെ അവരെ പ്രവൃത്തികൾ കൊണ്ടാണ് ഇവർ ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. അതൊക്കെ ഭയങ്കര സൂക്ഷിക്കണം. ഇവിടെ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ കാലത്ത് റളിയല്ലാഹു അൻഹു, ഓരോ കാലത്ത് ആൾക്കാർ സമൂഹം നാട്ടുകാരും ആൾക്കാരൊക്കെ പറഞ്ഞു തരുന്നത് എന്താണെന്നറിയാം? അവർ പറഞ്ഞു തരുന്നത് ഒറ്റ കാര്യമാണ്, ആരാ കൂടുതൽ നോമ്പ് പറ്റത്, ആരാ കൂടുതൽ നിസ്കരിച്ചത് എന്നൊക്കെയായിരുന്നു അവർ തമ്മിലുള്ള, സാധാരണ ആൾക്കാർ തമ്മിലുള്ള സംസാരം. ഇന്ന് നമുക്ക് എന്താണ് എവിടെ പോകണം, ഇന്ന് ആരെ സിയാറത്ത് ചെയ്യാൻ പോകണം, ഇന്ന് ഇതാക്കണം, ഇതാണ് അവർ തമ്മിൽ സാധാരണ ആൾക്കാർ തമ്മിലുള്ള സംസാരം. പക്ഷേ ആ ഭരണം കഴിഞ്ഞ് അടുത്ത ഭരണം വന്നപ്പോൾ ആൾക്കാർ സംസാരം, അയാളെ വീട് കണ്ടില്ലേ, വലിയ വീട്. മറ്റാൾ പറയും നമുക്ക് പാവങ്ങൾ എന്ത് ചെയ്യാൻ. തമ്മിലുള്ള സംസാരം അങ്ങനെയായി മാറി, തമ്മിലുള്ള സംസാരം അങ്ങനെയായി മാറി. ഇപ്പോൾ ഇസ്ലാമിക എന്താണ് കോളേജുകളിലും മറ്റിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ കുട്ടികളുടെ സംസാരം, ഇയാൾ പുതിയ വാച്ച്, പുതിയ ഫോണ് ഇറങ്ങിയിട്ടുണ്ട്, ആ ചെക്കൻ്റെ കൈ ഉണ്ടാവും, എൻ്റെ ഉപ്പ ഗൾഫിലാണ്. നമ്മളൊക്കെ പാവങ്ങൾ. ഇത് അവർ തമ്മിൽ എങ്ങനത്തെ സംസാരം വരുന്നത്? ഒരാളും രണ്ടാളും നമുക്ക് മനസ്സിലാവും, മനുഷ്യരാണ്,
എല്ലാ കൂട്ടത്തിലും 1-2 ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. പക്ഷെ പൊതുസമൂഹം അങ്ങനെ ആവുകയാണെങ്കിൽ അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ ആയിന്ന മനസ്സിലായ? പൊതുസമൂഹം മുഴുവനും മാറുമ്പോൾ അവിടെ ഒരു ചോദ്യചിഹ്നം വരും. അവിടെ എന്തോ എല്ലാവരും എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് فقد صار علمه سببا لجراءة عباد الله على معاصيه. അവൻ്റെ ഇൽമ് ഒരു കാരണമായി, ആ ആലിമിൻ്റെ ഇൽമ് എന്തിനു കാരണമായി? സാധാരണ ആൾക്കാർ അള്ളാഹുവിൻ്റെ അടിമകളൊക്കെ തെറ്റുകളിലേക്ക് ധൈര്യം കൊണ്ട് പോകാനുള്ള കാരണമായി. ധൈര്യം കൊണ്ട് പോകുന്നു. അയാൾക്ക് എന്താണ്? അത് തെറ്റല്ല. അയാൾ ദീനിൽ സംസാരിക്കും. ഇപ്പോൾ ചന്തയിലിരുന്നിട്ട് ചായ കുടിക്കണതിൻ്റെ ഇടയിലിരിക്കും. അതങ്ങനൊന്നല്ല, അങ്ങനൊന്നും ഉണ്ടാവില്ല. ദീനിൽ ഒരാൾ മസാലത്ത് അതങ്ങനെയൊക്കെ അല്ല. ഇപ്പോൾ എന്താണ് പറയുക, കുറേ കാര്യങ്ങളിൽ ഏതുപോലെ ഈ മസാലത്ത് ഉസ്താമാർ പറയേണ്ട മസാലത്ത് അങ്ങനെ സാധാരണ ആൾക്കാർ പറഞ്ഞു നടക്കുക. സ്വർണത്തിൻ്റെ മസാലത്ത്, സ്വർണം കൊടുത്തിട്ട് സ്വർണം മേടിക്കാൻ പറ്റില്ല, സമമാവണം, ഇല്ലെങ്കിൽ പലിശാവും. അത് പറയേണ്ടതാരാ? മൊയ്ലക്കന്മാരാണ്. അതൊക്കെ അങ്ങനെയൊക്കെ അത് മൊയ്ലക്കന്മാരെ ഇതാക്കെന്താണ്? അതിൽ 4 മദ്ഹബ് നല്ല ഹദീസിൻ്റെ നസ്സാണല്ലോ. അതിലൊരാൾക്കായി മാറ്റം വരുത്താനുള്ള വകുപ്പില്ലല്ലോ. പൈസ, അതായത് സ്വർണം കൊടുത്താൽ അത് പൈസ എന്താണ്, സ്വർണം മേടിച്ചാൽ പൈസ കൊടുക്കാം, അല്ലാതെ സ്വർണം മേടിച്ചാൽ തുല്യമായ കനത്തിയുള്ള സ്വർണം കൊടുക്കാം. അപ്പോൾ തുല്യമായ കനത്തിയുള്ള സ്വർണ്ണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? പൈസ മേടിക്കുക, ആ പൈസക്ക് മേടിക്കുക, അല്ലാതെ പലിശാവും. അപ്പോൾ അറിയേണ്ട ആരാണ്? മൊയ്ലക്കന്മാർ. ഇപ്പോൾ നാട്ടുകാരും ആൾക്കാരൊക്കെ ചെയ്യണ പരിപാടിയല്ലത്. കാരണം എന്താ? ഈ മൊയ്ലിയാർക്ക് ആവശ്യം വരുമ്പോൾ മൊയ്ലിയാർ എന്ത് ചെയ്യുക? ഇങ്ങനെ ചെയ്യും. കാരണം ഈ മൊയ്ലിയാർ പറയാ, ഇല്ലെങ്കിൽ എനിക്ക് നഷ്ടം വരും, എന്തിനാ വെറുതെ 1000-2000 രൂപ നഷ്ടമാക്കുന്നത്? അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഒരാൾ എടുത്തേക്കാൻ മറ്റൊരാൾക്ക് പൈസ കൊടുക്കണം, കടം കൊടുക്കണം. ഞാനൊരാൾക്ക് എടുത്തേക്കാൻ വദിയത്തല്ല, എടുത്തേക്കാൻ മുതൽ കൊടുത്തല്ല, കടം കൊടുക്കണം. എന്തിനാ കടം കൊടുക്കുന്നത്? എനിക്കിപ്പോൾ പൈസൻ്റെ ആവശ്യമില്ല, പക്ഷെ പൈസൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ട്. അത് ഹറാമ. അങ്ങനെ കടം കൊടുത്താൽ ഹറാമായി. കാരണം കുല്ലു ദൈനിൻ ജറ മൻഫഅ ഫഹുവ റിബ. എല്ലാ ഒരു കടം ഒരു ഉപകാരത്തിൻ്റെ കടമാണെങ്കിൽ അത് പലിശയാണ്, സേഫാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഉപകാരം വന്നാൽ മറ്റാൾക്ക് ഉപകാരമല്ല, കൊടുത്തവനക്ക് ഉപകാരം. കടം കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു ചാരിറ്റി വർക്കാണ്. ചാരിറ്റി വർക്കിൽ നിന്ന് മാറിയിട്ട് അയാൾക്ക് ഉപകാരം വരുന്ന അവസ്ഥയിലായി. കടം കൊടുക്കുന്നു എന്തിനാ? ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ജോലി കിട്ടാൻ സാധ്യത, പലിശയായി. ഇത് നടക്കുന്നതാണ്. ഇത് ഇങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുത്താൽ അവർ മനസ്സിലാവില്ല. കാരണം എന്താണ്? ഒന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് അതാ പറഞ്ഞത്. ഇവർ നാവുകൊണ്ട് ചെയ്യണ്ടെന്ന് അറിഞ്ഞാലും ആൾക്കാർ ചെയ്യുന്നു. അവരൊക്കെ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ? ഇവരെ ഇൽമാണ് കാരണമായത്. ഇവരെ ശരിയായ നടത്തല്ലാത്ത നടത്താണ് ആൾക്കാർ അതിലേക്ക് വീഴാനുള്ള കാരണമായത്. അപ്പോൾ ആൾക്കാർക്ക് എന്ത് ചെയ്യും? ആ മൊയ്ലക്കന്മാർ അങ്ങനെയൊക്കെ പറയും, എന്നാലും ആ കടയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒന്നല്ല. അത് കണ്ടിട്ട് എന്തായി? നമ്മളെ പേടിപ്പിക്കാൻ പറയും എന്താണ്? അതൊക്കെ എങ്ങനെ അങ്ങനെ ഉണ്ടാവുന്നത്? ചില ആൾക്കാർ ചോദിക്കും, ദീനൊക്കെ എങ്ങനെ അങ്ങനെ പറയുന്നത്? അങ്ങനൊന്നുമില്ല. സ്വർണ്ണം എടുത്ത് എന്തത്? കുറേ റഹീമും ദീനും ഇതൊക്കെ ആൾക്കാർ അറിയാം. ചില ആൾക്കാർ സുബിക്കണിക്കാത്തതിന് പറയും, അള്ള പുറത്തേരോടോ, ഉറക്കല്ലേ, ഉറക്ക നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാണ്? ونفسه الجاهلة مدلة مع ذلك تمنيه وترجيه. ഈ അവൻ്റെ ജാഹിലായ നഫ്സ്, അതിനൊപ്പം അയാൾ എന്ത് ചെയ്യുന്നു? ഇനിയും പ്രതീക്ഷ കൊടുക്കണം. അയാൾക്ക് ഇനിയും പ്രതീക്ഷ കൊടുക്കും. ഞാൻ വിജയിച്ചവരാണ്, നന്നാക്കിയെന്നല്ല, അയാളെ ആൾക്കാരെ സമൂഹത്തെ നശിപ്പിച്ചെന്നല്ല,
നാവുകൊണ്ട് നശിപ്പിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അയാളെ കൊണ്ട് ആൾക്കാരൊക്കെ വഴി തെറ്റിപ്പോയി. മാത്രമല്ല അയാളെ മനസ്സിൽ അയാൾ ഇപ്പോഴും ഇങ്ങനെ അയാൾ എന്താണ് ഇനിയും നല്ലതാണ് ഇനിയും നല്ലതെന്ന് അറിഞ്ഞ് മനസ്സിൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ അയാളെ. وتدعوه إلى أن يمن على الله بعلمه. അവൻ്റെ നഫ്സിനെ അവൻ എന്ത് ചെയ്യുന്നു, അവൻക്ക് എന്താണ് അവൻ്റെ നഫ്സിൽ അവനെ വിചാരിക്കുന്നത് അള്ളാഹുവിൻ്റെ മുന്നിൽ ഈ ഇൽമു വെച്ചിട്ട് വിലപേശ. എനിക്ക് ഇൽമുണ്ടല്ലോ, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ മൊയ്ലിയരാണ്. ഇതാണ് അയാളെ മനസ്സിലുള്ളത്. وتخيل إليه نفسه الأمارة أنه خير من كثير من عباده. അവൻ്റെ നഫ്സിൽ അവൻക്ക് തോന്നും കുറേ അടിമകളെക്കാട്ടിയും, അതായത് ബാക്കിയുള്ള മനുഷ്യരെക്കാട്ടിയും വലിയ മനുഷ്യനാണ് ഇയാളെന്ന് അയാൾക്ക് തോന്നുകയാണ് എന്ന് പറയാണ്. فكن أيها الطالب من الفريق الأول. 3 ആൾക്കാരെ പറഞ്ഞല്ലോ ഇപ്പോൾ. അതിൽ ആദ്യത്താളെ കൂട്ടത്തിൽ നിങ്ങൾ പെടണമേ. അതായത് ഈ അള്ളാഹിൻ്റെ മജ്‌ലിസിലും ദർസുകളിലൊക്കെ വരണ എന്തിനാണ്, അത് ആഖിറത്തിൽ അതിൽ പെടണമേ. വഹ്ദർ അൻ തകൂന മിനൽ ഫരീഖി الثاني. രണ്ടാമത്തെ കൂട്ടത്തിൽ പെടാതിരിക്കണമേ, ശ്രദ്ധിക്കുക, ഡേഞ്ചറാണ്. فكم من مسوف عاجله الأجل قبل التوبة فخسر. എത്ര ആൾക്കാർ മരണം കൊണ്ടുപോയിട്ടുണ്ട് അയാൾ തൗബ ചെയ്യണതിൻ്റെ മുമ്പ്. അതായത് ഇയാൾ അമൽ ചെയ്ത ദുനിയാവിന് വേണ്ടിയിട്ടാണ്, പക്ഷേ അയാളെ മനസ്സിലുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള എത്ര ആൾക്കാർ തൗബ ചെയ്യണതിൻ്റെ മുമ്പ്, അമൽ ചെയ്യണതിൻ്റെ മുമ്പ് മരിച്ചു പോയിട്ടുണ്ട്. ഡേഞ്ചറിലാണല്ലോ. അപ്പം നാശത്തിൽ പോയിട്ടുണ്ട് എത്ര ആൾക്കാർക്ക്. വഇയ്യാക സുമ്മ ഇയ്യാക. വീണ്ടും വാണിംഗ് തരെ തീരെ ആയിരിക്കാവരുത്. അൻ തകൂന മിനൽ ഫരീഖി സൽസ്. 3ാമത്തെ ആളിൽ ഒരിക്കലും ആവരുത്. ഫതഹ്ലിക ഹലാകൻ ലാ യുർജാ മഅഹു ഫലാഹുക വലാ യുൻതദറു സലാഹുക. താൻ നശിക്കും. എങ്ങനത്തെ നാശം? തൻ്റെ വിജയം ഒരിക്കലും പ്രതീക്ഷിക്കണ്ട, അങ്ങനത്തെ നാശം. വലാ യുൻതദറു സലാഹ്. ഒരിക്കലും നന്നാവൽ കാത്തിക്കണ്ട, നന്നാവില്ല. കാരണം ആദ്യം തന്നെ അയാൾ നന്നായി വലിയ മുഖാദർ കൊള്ളുക എന്ന് അയാൾ വിചാരിക്കുക, വലിയ ഔലിയായില്ല എന്ന് അയാൾ വിചാരിക്കുമ്പോൾ എന്നിട്ട് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പറയും ഫൈൻ കുൽത്ത. ഇങ്ങനെ താൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ എന്താ ഹിദായത്തിൻ്റെ തുടക്കം ഒന്ന് പറഞ്ഞാട്ടെ. ഈ ഉജരിബ നഫ്സി ബിഹ. എൻ്റെ നഫ്സിനെ ഞാൻ പരീക്ഷിക്കാൻ. ഇപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ല, ഓക്കെ, എന്നാൽ ഹിദായത്തിൻ്റെ തുടക്കം പറഞ്ഞാൽ ഞാൻ അപ്പോൾ പറഞ്ഞു ഫഅലം, തീർച്ചയായും അന്ന ബിദായതഹ ളാഹിറു തഖ്വ. തഖ്വൻ്റെ പുറം ഭാഗം, അതായത് പുറത്ത് നമ്മൾ പ്രവർത്തിക്കുന്ന നിസ്കാരം, നോമ്പ്, ഇതൊക്കെ ശരിയാക്കണം ആദ്യം. വനിഹായതഹ ബാത്തിനു തഖ്വ. നിഹായത്ത് ബാത്തിനു തഖ്വ, ഉള്ളിലുള്ള തഖ്വയാണ്. ഫലാ ആഖിബത ഇല്ലാ ലിത്തഖ്വ. അവസാന വിജയം തഖ്വക്കല്ലാതെ വേറെ ഒന്നിനുമില്ല. വലാ ഹുദാ ഇല്ലാ ലിൽ മുത്തഖീൻ. ഹിദായത്ത് മുത്തഖീങ്ങൾക്കല്ലാത്തവർക്ക് ഹിദായത്ത് ഉണ്ടാവില്ല. വത്തഖ്വ, തഖ്വ എന്താണ്? ഇബാറത്തുൻ അൻ ഇംതിസാലി അവാമിരില്ല. അള്ളാഹ് പറഞ്ഞത് അനുസരിക്കാം. വജ്തിനാബി നഹി. തഖ്വ എന്താ? അള്ളാഹ് പറഞ്ഞത് അനുസരിക്കുക, വിടിയാൻ പറഞ്ഞ് വിടിയാം, അതാണ് തഖ്വ. ഫഹുമാ ഖിസ്മാൻ. അപ്പോൾ അത് 2 ഖിസ്മാണ്. ളാഹിറു തഖ്വ ബാത്തിനു തഖ്വ ഒക്കെ എത്രയാണ്? 2 ഖിസ്മാണ്. وأنا أشير عليك بجمل مختصرة من ظاهر علم التقوى في القسمين. അപ്പോൾ എന്താ ഖിസ്മ തഖ്വ 2ആണല്ലോ, അമ്രുണ്ട് നഹിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ വിശദീകരിച്ച് ഇവിടെ പറഞ്ഞുതരാം, തുടക്ക ഭാഗങ്ങൾ. എന്ന് പറഞ്ഞ് അൽ ഖിസ്മുൽ അവൽ ഫി ത്വാആത്ത്. ആദ്യത്തെ ഖിസ്മ, ആദ്യത്തെ ശാഖ അള്ളാഹ് പറഞ്ഞത് അനുസരിക്കാം. അതാണ് ആദ്യത്തെ ശാഖ. അത് ഇൻഷാ അല്ലാഹു തആല അടുത്ത ദർസിൽ ഇൻഷാ അല്ലാഹു എടുക്കുക. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ 2-3 കാര്യം മനസ്സിലാക്കാം. അമല് നിർബന്ധമാണ്, ഇൽമു മാത്രം പഠിച്ചാൽ പോരാ. ഫഅമൽ വലൗ ബിൽ ഉശ്രി കസ്സകാതി തഖ്റുജ് ബിനൂറിൽ ഇൽമി മിൻ ദുൽമാതി ഫആലിമുൻ ബിഇൽമിഹി ലം യഅമലൻ മുഅദ്ദബുൻ മിൻ ഖബ്ലി ഉബാദിൽ വസൻ. എന്താ ഇവിടെ പറഞ്ഞു? ഫഅമൽ വലൗ ബിൽ ഉശ്രി, 10-1 പ്രവർത്തിക്കൂ.
അങ്ങനെയാണ് തഖ്റുജ് മിൻ നൂരിൽ ഇൽമി മിൻ ദുലുമാതി, ഇൽമിൻ്റെ പ്രകാശം കൊണ്ട് ഇരുട്ടിൽ നിന്ന് താൻ പുറത്തേക്ക് വരും. 10 പ്രവർത്തിച്ചാൽ സേഫ് സോണാണ്. എന്ന് പറയും ഫാലിമുൻ ബി ഇൽമിഹി ലം യഅമലൻ, ഒരു ആലിമ് അവൻ്റെ ഇൽമു കൊണ്ട് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ മുഅദ്ദബുൻ, ശിക്ഷിക്കപ്പെടും. ഖബ്ല ഉബാദിൽ വസൻ, ബിംബ ആരാധനക്കാരെക്കാട്ടി മുമ്പ്. അതായത് ഉദ്ഘാടനം ആ മൊയ്ലരെ കൊണ്ടായിരിക്കും. ഇറങ്ങി വകുല്ലു മൻ ബിഗൈരി ഇൽമിൻ യഅമലു അഅമാലുഹു മർദൂദത്തുൻ ലാ തുഖ്ബലു. ഇൽമ ഇല്ലാതെ ഒരാൾ അമൽ ചെയ്തു കഴിഞ്ഞാൽ അയാൾ അമൽ തള്ളപ്പെട്ടതാണ്, സ്വീകരിക്കപ്പെടില്ല. കാരണം അയാൾ ശരിയാണോ തെറ്റാണോ ചെയ്തതെന്ന് എങ്ങനെ അയാൾക്കറിയാം? അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ തുടക്കം എന്താണ്? തുടക്കം അള്ളാഹ് പറഞ്ഞതനുസരിക്കാം. നിസ്കാരം, നോമ്പ്, പുറമേയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ട് നടക്കാം. അകം നന്നാക്കണം, പക്ഷെ പുറവും നന്നാക്കണം. ഇനി ഒരാൾ ചോദിക്കുകയാണ്, ഞാൻ ഒരു സാലിഹായ മനുഷ്യനെ പിന്തുടരണം എന്നുണ്ടെങ്കിൽ എനിക്കെന്താണ് അടിയണം? അയാൾ തരീഖത്തിൻ്റെ ആളാണെന്നാണോ, അത് അയാളെ തലകെട്ട് വലുതാണ് എന്നാണോ നോക്കേണ്ടത്? അത് അയാളെ ബിരുദം വലിയ ബിരുദാണോ എന്നാണ് നോക്കേണ്ടത്? അത് അയാളെ പ്രായം കൂടുതലാണോ എന്ന് നോക്കേണ്ടത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അവിടെ ചെയ്യേണ്ടത് അയാൾ എത്ര താഴത്തുകളിലുണ്ട് എന്നുള്ളത് നോക്കിയാൽ മതി. മനസ്സിലായ? അയാൾ മുറുകെ പിടിക്കുന്ന സുന്നത്തുകളും ഫർളുകളൊക്കെ മുറുകെ പിടിക്കുന്ന ആളാണ്. ഇൽമിൻ്റെ വഴിക്ക് നടക്കുന്ന ആളാണ്. അള്ളാഹ് വെടിയാൻ പറയുന്നത് വെടിയുന്ന ആളാണ്. അമൽ ചെയ്യുന്ന ആളാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾ പിന്തുടരാം. പക്ഷേ നാവും നോക്കണം. കാരണം നാവും നോക്കണം. വെറും കുറേ നിസ്കരിക്കേണ്ട, കുറേ നോക്കാണ്, പക്ഷേ അയാളുടെ നാവ് വേറെ ഏതോ ലോകത്താണ്. അപ്പോൾ ശരിക്കും അയാളെ ശരിക്കും നോക്കി കഴിഞ്ഞാൽ കുറേ അവിടെ ഇവിടെ അള്ളാഹ് അനുസരിക്കാൻ പറഞ്ഞതിൽ അയാൾക്ക് മിസ്സിങ് ഉണ്ടാവും. നിസ്കരിക്കലും നോമ്പൊക്കെ നടക്കേണ്ടാവും, പക്ഷെ ബാക്കിയുള്ളതിൽ മിസ്സിങ് കാണും. മൊത്തമായ പൂർണ്ണമായ ഒരു ഭയങ്കരമായ സുന്നത്തിനെ മുറുകെ പിടിക്കുക, വർദ്ധന മുറുകെ പിടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ മുറുകെ പിടിക്കണം. അവരെയാണ് പിന്തുടരേണ്ടത്. അതായത് ഭയങ്കരമായ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ആൾക്കാർ, ഭയങ്കര ഫർളും ഒരിക്കലും വിടില്ല, സുന്നത്താണെങ്കിലോ അതും ഒരിക്കലും വിടില്ല, അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് ശരിക്കും അമലിന് വേണ്ടി പിന്തുടരേണ്ടത്. കാരണം അങ്ങനത്തെ ആൾക്കാരെ വിജയിക്കാം. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹു തആല ബാക്കിയുള്ളത് എടുക്കാം. മാത്രമല്ല ഇത് ഒരാഴ്ചയിൽ ഒരു ദർസ് എടുക്കുന്നതിനാ അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ അമൽ ചെയ്യാനുള്ളതില്ല, അടുത്ത ദർസ് മുതൽ അമൽ ചെയ്യാനുള്ളുണ്ടാവും. അപ്പോൾ അതിലുള്ള കുറച്ചായിട്ട് അമൽ ചെയ്യുക, കുറച്ചായിട്ട് അമൽ ചെയ്യുക. അതായത് ഈ കിതാബ് മാത്രമല്ല, കുറേ സാലിഹ്യങ്ങളും ഔലിയാക്കളൊക്കെ ഈ കിതാബിലുള്ളത് അമൽ ചെയ്തിട്ട് വലിയ ദർജത്തിലെത്തിയവരാ. ഇപ്പോൾ നമ്മളെ കോഴിക്കോട് എടുക്കുന്ന ഷെയ്ഖ് ജിഫ്രി തങ്ങളൊക്കെ ഇത് അമൽ ചെയ്തപ്പോഴാണ് അള്ളാഹു ഫത്ഹ് കൊടുത്തിട്ടുള്ളത്. ഹിദായത്തുൽ ഹിദായ പൂർണ്ണമായി 100% അമൽ ചെയ്ത് അതൊരു പ്രവൃത്തിയിലായപ്പോഴാണ് ഫത്ഹ് കിട്ടിയത്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഫത്ഹ് കിട്ടിയത് ഇതിൽ അമൽ ചെയ്തപ്പോഴാണ്. അപ്പോൾ ചെറിയ വിഷയമല്ല. 100% ഇതിലുള്ള മൊത്തം 100% പ്രാവർത്തികമായി കഴിഞ്ഞാൽ അള്ളാഹു ഒരു ഫത്ഹ് കൊടുക്കും. പിന്നെ അതല്ലേ പറഞ്ഞു ദൂനക്ക വൽ തഗൽഗുല ഫി ബഹ്റിൽ ഉലൂമി വൽ മുകാശഫാത്ത് എന്നല്ല പറഞ്ഞത്. കാത്തുനിന്നോ, തനിക്ക് ഇങ്ങനെ പടിപടിയായിട്ട് അള്ളാഹുവിൻ്റെ ആ മാർഗത്തിലേക്ക് കയറി പിന്നെ നിസ്കരിക്കുമ്പോഴൊക്കെ വല്ലാത്ത ഖുശൂഉം ഖൽബിൽ തുമാനീനത്തും ദിക്ർ ചെല്ലുമ്പോൾ ഖൽബ് ഇളകലും ഇതൊക്കെ ഉണ്ടാവും. 100% ഇതിൻ്റെ പ്രവൃത്തി 100% ആയിക്കഴിഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് الله سبحانه وتعالى خيرات الترته. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت استغفرك. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك، ومن طاعتك ما تبلغنا بها جنتك، ومن اليقين ما تهون به علينا مصائب الدنيا. متعنا بأسماعنا وأبصارنا وقوتنا أبدا ما أحييتنا، اجعله الوارث منا
اجعل ثأرنا على من ظلمنا، انصرنا على من عادانا، لا تجعل مصيبتنا في ديننا، لا تجعل الدنيا أكبر همنا ولا مبلغ علمنا، ولا تسلط علينا بذنوبنا من لا يخافك ولا يرحمنا. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. صلى الله عليه وسلم.